അന്ന പഴയ നിയമത്തിന്റെയും പുതിയ നിയമത്തിന്റെയും നടുവിൽ നിൽക്കുന്ന വ്യക്തിയാണെന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. പഴയ നിയമത്തിന്റെ ശമൂവേലിന്റെ അമ്മയെ അന്നയെക്കുറിച്ചും ലൂക്കായുടെ സുവിശേഷം 2 മുതൽ 10 അധ്യായത്തിൽ പ്രവാചകയായ അന്നയെക്കുറിച്ച്, അതായത് ഈശോയെ ദേവാലയത്തിൽ സമർപ്പിച്ചപ്പോൾ സ്തുതിഗീതങ്ങൾ പാടിയ അന്നയെക്കുറിച്ചും കാണുന്നു. എന്നാൽ പരിശുദ്ധ മറിയയുടെ അമ്മയായ അന്നയെക്കുറിച്ച് വലിയ അറിവുകളൊന്നും വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നില്ല. ആ കാലഘട്ടത്തിൽ തന്നെ എഴുതിയ യാക്കോബിന്റെ സുവിശേഷം എന്ന് പറയുന്ന അപർമാരിയ ഗ്രന്ഥത്തിൽ നിന്നാണ് ആധികാരികമായി അറിവ് സഭയ്ക്ക് ലഭിക്കുന്നത്. അതനുസരിച്ച് മരിയ വാർത്തോർ എന്ന ഇറ്റാലിയൻ കണ്ടകി ഈശോ കൊടുത്ത ദർശനം തുടങ്ങുന്നത് ഇവരെ കുറിച്ചാണ്. അന്നാമയുടെ തനിച്ചായാണ് ഈശോയ്ക്കും മാതാവിന് യോവാക്യമിന്റെ ചായയായിരുന്നു എന്നാണ് വാർത്തോർ പറയുന്നത്. വിശുദ്ധ അന്നയും വിശുദ്ധ യോവാക്യവും ധനാഢ്യരും വിജ്ഞാനികളുമായിരുന്നു. അതായത് ദൈവത്തിന്റെ പ്രവാചകങ്ങളും ദൈവത്തിന്റെ വാഗ്ദാനങ്ങളും പൂർണ്ണമായി അറിയുകയും അതനുസരിച്ച് ജീവിക്കുന്നവരെയും ആണ് വിജ്ഞാനികൾ എന്ന് യഹൂദർ വിശേഷിപ്പിക്കുന്നത്. എന്നാൽ അവർക്കൊരു ദുഃഖമുണ്ടായിരുന്നു, മക്കളില്ല എന്ന ദുഃഖം. യഹൂദ നിയമമനുസരിച്ച് വിവാഹം കഴിഞ്ഞ് ആദ്യത്തെ 6 വർഷത്തിനിടയിൽ മക്കളുണ്ടായില്ല എങ്കിൽ അവർക്ക് പരസ്പരം വേർപിരിയാം, വേണമെങ്കിൽ പുതിയ വിവാഹം നടത്താം. എന്നാൽ യോവാക്യവും അന്നയും ആധുനിക കാലഘട്ടത്തിൽ പോലും മാതൃകയാവുന്ന രീതിയിൽ വിവാഹത്തിന്റെ അവിഭാജ്യത കാത്തു സൂക്ഷിച്ചുകൊണ്ട് പ്രഥമമായിട്ട് ദൈവം ഞങ്ങളെ യോജിപ്പിക്കുന്നു. ആ ഒരുമയിൽ ജീവിക്കുന്നതാണ് പ്രധാനമെന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവമേ ഒരു കുഞ്ഞിനെ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശ്രയിച്ച് മുന്നോട്ട് പോവുകയും ഒരു കുഞ്ഞ് ലഭിച്ചാൽ അത് ദൈവത്തിന് സമർപ്പിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. അപ്രകാരം വിശുദ്ധ അന്നയ്ക്ക് ലഭിച്ച ആ സന്താനത്തെ, അതായത് പരിശുദ്ധ അമ്മയെ ദൈവത്തിന് സമർപ്പിച്ചു. വളരെ കാലത്തെ പ്രാർത്ഥനയുടെയും കാത്തിരിപ്പിന്റെയും ഫലമായി ലഭിച്ച ആ ഓമന പുത്രിയെ വിവാഹം കഴിഞ്ഞ് 20 വർഷത്തിന് ശേഷം ലഭിച്ച ആ പുത്രിയെ ദൈവത്തിന് വിട്ടുകൊടുക്കുക വളരെ ത്യാഗമാണ്. അതുകൊണ്ട് മകളെ ദൈവത്തിന് വിട്ടുകൊടുക്കുന്ന ദൈവവിളിക്കായി വിട്ടുകൊടുക്കുന്ന മാതാപിതാക്കൾക്കുള്ള വലിയ പ്രചോദനമായിട്ട് വിശുദ്ധ അന്നയെ നമുക്ക് സ്വീകരിക്കാം. ഈശോയുടെ സന്നിധിയിൽ മരിക്കാൻ ഭാഗ്യം ലഭിച്ച വിശുദ്ധ ഔസേപ്പിതാവിനെ പോലെ തന്നെയാണ് വിശുദ്ധ അന്നയും എന്നാണ് ആധ്യാത്മിക പിതാക്കന്മാർ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശുദ്ധ അന്നയെ നന്മഗണത്തിന്റെ മധ്യസ്ഥയായി സഭ വിശേഷിപ്പിക്കുന്നു. കുടുംബ ബന്ധങ്ങളുടെ ഊഷ്മതയും സ്വീകാര്യതയും വിശ്വാസവും പരസ്പര ഐക്യവും പരസ്പര സ്നേഹവും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വലിയ മാതൃകയായിട്ടാണ് വിശുദ്ധ അന്ന വിരാജിക്കുന്നു. ലോകജനതയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മുടെ വല്യമ്മയെ വിശുദ്ധ അന്നയുടെ മാധ്യസ്ഥ അപേക്ഷിച്ചുകൊണ്ട് വികാരി അച്ഛനെയും ഉപദേശിയെയും മറ്റ് ആത്മായ പ്രവർത്തകരെ സമർപ്പിച്ച് നമുക്ക് ഈ ദിവ്യബലി പങ്കുചേരാം. അതിനായി എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് പ്രവേശനഗാനത്തിനായി Thank you.
ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നു വന്നിരിക്കുക റവറൻഡ് ഫാദർ ജസ്റ്റിൻ ഫ്രാൻസിസ് ആണ്. അച്ഛനെ നമുക്ക് പൂർണ്ണമായിട്ട് ഈ ബലിയിൽ സമർപ്പിക്കാം. നമ്മുടെ ഓരോരുത്തരുടെ നിയോഗങ്ങൾ അച്ഛൻ ബലിയിലൂടെ ദൈവപിതാവിന്റെ പക്കലേക്ക് സമർപ്പിക്കുന്നു. അച്ഛന്റെ നിയോഗങ്ങൾ ഈ ബലിയിൽ നമുക്ക് സമർപ്പിക്കാം. ഇന്ന് ദിവ്യബലിക്ക് നേതൃത്വം ക്രമീകരണങ്ങൾ ചെയ്യുക വിശുദ്ധ BCC യൂണിറ്റ് ആണ്. ആ BCC യൂണിറ്റ് എല്ലാ അംഗങ്ങളെയും നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ഏറെ പ്രത്യേകിച്ച് ഗോപി, തുളസി, M. വർഗീസ്, ശോഭി, മോഹനൻ, സുധ, ജിത്തു, ജിജിൻ, അമ്മുക്കുട്ടി, പ്രസാരൻ, സിന്ധു, ഷാജി, ആനി, ഷോളിത, അനു, സന്തോഷ്, സുജ, അദൈബ്, സന്തോഷ്, സുന്ദരൻ, അംബിക, റോസ, തങ്കമ്മ, വിജയൻ, പ്രസന്നകുമാരി, ആർജിത്, വിലാസിനി, ബാബു, ഉഷ ബാബു, ആദർശ്, ആകാശ്, സുരേഷ്, ലിലി, ശശി, ലീല, ലിനു, തങ്കമ്മ, മോഹനൻ, പ്രമീള, മേരി, അരുൺ ജോയ്, ചിഞ്ചു, എൽവിൻ മരിയ, ജോർജ്, ബെനൻ, മഞ്ജു, ക്രിസ്തുദാസ്, ലിലി, ചന്ദ്രിക എന്നിവരെ പൂർണ്ണമായിട്ട് നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. അവരുടെ നിയോഗങ്ങൾ ഈ ബലിയിൽ സമർപ്പിക്കാം. ഈ ബലിയിൽ നമ്മുടെ സ്നേഹമുള്ള ആർജിത്തിനെ നമുക്ക് പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. ജോലി മേഖലയിൽ ഒത്തിരിയേറെ ത്യാഗം സഹിച്ചുകൊണ്ട് ആ ഒരു ട്രെയിനിങ്ങിലൂടെ കടന്നു പോകുന്ന ആ പ്രിയ മകനെയും ഈ ബലിയിൽ നമുക്ക് സമർപ്പിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടി സന്തോഷത്തിന്റെ ദിവസങ്ങൾ തന്നെയാണ് ഓരോ തിരുനാളുകൾ എന്ന് പറയുന്നത്. വിശുദ്ധന്നയുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ ആ അമ്മയുടെ വേണ്ടി സ്വർഗത്തിൽ നിന്ന് മധ്യസ്ഥ വഹിക്കുന്ന വിശുദ്ധന്നയുടെ എല്ലാവിധമായ മധ്യസ്ഥങ്ങൾക്ക് ദിവസത്തിൽ ലഭ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് ദിവ്യകാരുണ്യ ദിവസം കൂടിയായിട്ട് ദിവ്യകാരുണ്യ പ്രതിഷ്ഠവും ആരാധനയും നടത്തുന്ന ഒരു ദിവസമാണ്. തീർച്ചയായിട്ടും അത് ഏറ്റവും വലിയ അനുഗ്രഹത്തിന്റെ ദിവസമാണ്. കാരണം നമ്മുടെ ഓരോരുത്തരുടെ വിശ്വാസത്തിന്റെ കേന്ദ്രത്തിൽ പരിശുദ്ധ കുർബാന തന്നെയാണ്. എന്റെ ശരീരം യഥാർത്ഥ ഭക്ഷണവും എന്റെ രക്തം യഥാർത്ഥ പാനീയവും അതാരും ഭക്ഷിക്കുന്നുവോ അവൻ എന്നേക്കും ജീവിക്കുമെന്ന് ഈശോ നമ്മൾ ചെയ്യുക. അസ്വർഗീയപ്പം ഭക്ഷിക്കുവാൻ നമ്മളെ തന്നെ വിളിക്കുന്ന വിശുദ്ധമായ നിമിഷമാണ് നമ്മളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പരിശുദ്ധമായ രീതിയിൽ അർപ്പിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പൂർണ്ണമായ മനസ്സോടെ നമ്മുടെ പാപങ്ങളെയും ഓർത്ത് നമുക്ക് പ്രഖ്യാപിക്കുകയും ചെയ്യും. നമ്മുടെ പാപങ്ങൾ ലിച്ചു പറയാൻ
നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവേ, മനുഷ്യാവതാരം ചെയ്ത അങ്ങേ പുത്രന്റെ മാതാവിന് ജന്മം നൽകുവാൻ വിശുദ്ധരായ വാക്യം അങ്ങ് പ്രദാനം ചെയ്തുവല്ലോ. ഈ വിശുദ്ധരുടെ പ്രാർത്ഥനകൾ വഴി അങ്ങേ ജനത്തിന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന രക്ഷ ഞങ്ങൾ പ്രാപിക്കുവാൻ അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടി പരിശുദ്ധാത്മാവുമായി ധരിക്കട്ടെ എന്നവർ ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ ഭാവമായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. പ്രഭാഷകന്റെ പുസ്തകത്തിൽ നിന്ന് നമുക്കിപ്പോൾ മഹത്വങ്ങളെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരെയും തലമുറ ക്രമത്തിൽ പ്രകീർത്തിക്കാം. അവർ കാരുണ്യമുള്ളവരായിരുന്നു. അവരുടെ സൽപ്രവൃത്തികൾ വിസ്മരിക്കപ്പെട്ടിട്ടില്ല. അവരുടെ ഐശ്വര്യം അവരുടെ പിൻഗാമികളിലും അവരുടെ അവകാശം മക്കളുടെ മക്കളിലും നിലനിൽക്കും. അവരുടെ സന്തതികൾ ഉടമ്പടികൾ പാലിക്കും. അവരുടെ മക്കളും അവർക്ക് വേണ്ടി നിലകൊള്ളും. അവരുടെ ഭാവി തലമുറകൾ എന്നേക്കും നിലനിൽക്കും. അവരുടെ പ്രഭാതം മാഞ്ഞു പോവുകയില്ല. അവർ സമാധാനത്തിൽ സംസ്കരിക്കപ്പെട്ടു. അവരുടെ പേര് തലമുറകൾ തോറും നിലനിൽക്കും. അവരുടെ വിജ്ഞാനം ജനതകൾ പ്രഘോഷിക്കും. സമൂഹം അവരെ പ്രകീർത്തിക്കുകയും ചെയ്യും. കർത്താവിന്റെ വചനം.
സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് യേശു തന്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, നിങ്ങളുടെ കണ്ണുകൾ ഭാഗ്യമുള്ളവ എന്തെന്നാൽ അവ കാണുന്നു, നിങ്ങളുടെ കാതുകൾ ഭാഗ്യമുള്ളവ എന്തെന്നാൽ അവ കേൾക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അനേക പ്രവാചകന്മാരും നീതിമാന്മാരും നിങ്ങൾ കാണുന്നവ കാണാൻ ആഗ്രഹിച്ചു, എങ്കിലും കണ്ടില്ല. നിങ്ങൾ കേൾക്കുന്നവ കേൾക്കാൻ ആഗ്രഹിച്ചു, എങ്കിലും കേട്ടില്ല. കർത്താവിന്റെ സുവിശേഷം. സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, യുവജന സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട മക്കളെ, സുഖമാണ്. ദുഃഖം വരുന്നുണ്ടോ? ചിലരുടെ മുഖത്തൊക്കെ വലിയ ദുഃഖം വരുന്നു, കരയാണ്. തിരുനാളിന്റെ സമയം സന്തോഷിക്കണം അല്ലെ? പ്രത്യേകിച്ച് ദിവ്യകാരുണ്യ ആശീർവാദമുള്ള ദിവസമാണ്. അപ്പോൾ ദിവ്യകാരുണ്യം സ്വീകരിക്കാനായിട്ട് ഒരുങ്ങുന്നു. ഈ ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന മക്കളുണ്ടോ ഈ തിരുനാളിന് പുതിയതായിട്ട്? എത്ര പേരുണ്ട്? ഒന്ന് നീ മാത്രമല്ല, പിടിക്ക്. ചോദിക്കട്ടെ, ചോദിക്കട്ടെ. പരിശുദ്ധ കുർബാന യോഗ്യതയോട് സ്വീകരിക്കാൻ വേണ്ട ആദ്യത്തെ കാര്യം എന്താണ്? നീ പറയണ്ട, കാരണം നീ പഠിച്ചിരിക്കുകയാണ്. പുറകിലുള്ള പ്രസാദവരം ഉണ്ടായിരുന്നു. എന്താണ് പ്രസാദവരം? എന്താണ് പ്രസാദവരം? അതുപോലെ പ്രസാദവരം ചുരുക്കി പറഞ്ഞാല് ഒരു ഇഷ്ടം ഉണ്ടായിരിക്കും. എന്തിനോട്? ഈശോയെ സ്വീകരിക്കാനാണ് വരുന്നത് ബോധ്യത്തോടുകൂടി നമുക്കൊരു ഇഷ്ടമാണ്. ഞാൻ എന്നെ അതിശയിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം പരിശുദ്ധമാണ് യോഗിയുടെ രണ്ടാമത്തെ കാര്യം എന്താണ്? കേട്ടില്ല? ഒറ്റ ഒരു മണിക്കൂർ ബോക്സിക്കും അല്ലെ. മൂന്നാമത്തെ കാര്യം വേണ്ടത്ര ഭക്തിയും ഒരുക്കും ഉണ്ടാക്കി. ഉണ്ടോ? 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 ഞാൻ തെളിയിച്ചുതരാം. ഇപ്പൊ തെളിയിച്ചുതരാം. കർത്താവ് നിങ്ങളോട് കൂടെ ഇതേപോലെ പ്രയോഗികൾ. ഇത്രയും പറഞ്ഞാൽ പോരാ. എത്ര പേരുണ്ട് ഇതിനകത്ത്? 150 പേര്. ഇത്രയും മതി. കർത്താവ് നിങ്ങളോട് കൂടെ. തീ ഇല്ല, പ്രാർത്ഥനയില്ല, ഇഷ്ടമില്ല. ഇഷ്ടമുള്ള ഞങ്ങൾ ഓർമ്മ പ്രാർത്ഥിക്കും അല്ലേ? ഹൃദയങ്ങൾ ഉയർത്തുവിൻ. പലരും പറയില്ല, പലരും പറയും ഇതാ ഞങ്ങൾ താഴ്ത്തിയിരിക്കുന്നു എന്നാണ് എനിക്ക് കേൾക്കുന്നത്. നമ്മൾ
പിതാവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അടുത്ത വർഷം ഇവിടെ പള്ളി വന്നിരിക്കും. ഞാനാണ് പറയുന്നത്, നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നില്ല. അതായത് നിങ്ങൾ നോക്കിയേ, നമ്മുടെ ദൈവത്തിന് ഒരു പ്രത്യേകത നമ്മൾ ചിന്തിച്ചു. നമുക്കറിയാം, നമ്മുടെ തിരുഹൃദയത്തിന്റെ രൂപമുണ്ട്, ഉണ്ടോ? ഈ തിരുഹൃദയത്തിന്റെ രൂപത്തിന്റെ ഉള്ളിന്റെ 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 ഉള്ളിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? സൂക്ഷിച്ചു നോക്കിയിട്ടുണ്ടോ? വല്ലപ്പോഴും നോക്കണം, പോകുന്ന വഴിക്ക് ഉള്ളിന്റെ ഉള്ളിൽ എന്ത് കാണാൻ പറ്റും? തിരുഹൃദയത്തിന്റെ ഉള്ളിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? എന്തോ ഉണ്ട് അങ്ങനെ ഒരു, ഞാൻ നേരത്തെ പറഞ്ഞ സാധനമാണ് നമുക്കില്ലാത്ത തീ. കണ്ടിട്ടുണ്ടോ? സ്നേഹ അഗ്നി എന്നാണ് അതിന്റെ പേര്. ഇനി സെഹിയോൻ മാളികയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അപ്പോസ്തലന്മാരുടെയും ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നത് എങ്ങനെയാണ്? തീനാളത്തിന്റെ രൂപത്തിൽ. ഇനി നമുക്ക് നോക്കുമ്പോ നമുക്കറിയാം, ആദ്യം ബൈബിളിൽ ഏറ്റവും മനോഹരമായ പുസ്തകം ഉൽപ്പത്തി പുസ്തകമാണ്. കാരണം ദൈവം മനുഷ്യരോടൊപ്പം നടക്കാൻ ഇറങ്ങി വരുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കും. അവരോടൊപ്പം നടക്കാൻ ഇറങ്ങി വരുന്ന ദൈവത്തെ കാണും. പിന്നെ ദൈവം വന്നിട്ടില്ല, മതിയായി തികഞ്ഞു. പിന്നെ പുറപ്പാട് പുസ്തകത്തിൽ മോശയ്ക്ക് ദൈവം പ്രത്യക്ഷപ്പെട്ടത് എങ്ങനെയാണ്? ബംഗാളികളാണ് ഇരിക്കുന്നത്. എങ്ങനെയാണ്? കത്തിപ്പടരുന്ന തീനാണ്. എവിടെയാ ദൈവം തീ ഇറക്കിയത്? മനോഹരമായ പൂവിലാണോ? മനോഹരമായ വൃക്ഷത്തിലാണോ? പിന്നെ എവിടെയാണ്? മുള്ള്. എന്തിനാ മുള്ള്? ഞാൻ പലപ്പോഴും ചോദിച്ചു, എന്തിനാ മുള്ള്? ദൈവം നല്ല പൂത്ത് നിൽക്കുന്ന ഒരു മരം, ചെടി, ഇത് രസമായിരുന്നല്ലേ? ഇതെന്തിനാ മുള്ള്? എന്തിനാ മുള്ള്? അതായത് നീ എത്ര മുള്ളാണെങ്കിലും, നീ എത്ര പാപിയാണെങ്കിലും, നീ എത്ര ബലഹീനനാണെങ്കിലും, നിന്നിലേക്ക് കത്തി ഇറങ്ങുന്ന സ്വർഗത്തിലെ തീയാണ് ഞാനെന്ന് മോശയ്ക്ക് വെളിപ്പെടുത്തുകയാണ്. അബ്രഹാമിന്റെ, ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമെന്ന് ദൈവം അവിടെ വെളിപ്പെടുത്തുകയാണ്. അപ്പോ ചുരുക്കി പറഞ്ഞ ദൈവം എന്തായിട്ടാണ് വരുന്നത്? പലപ്പോഴും തീ, ഫയർ, അല്ലെ? അപ്പൊ ആ ദൈവത്തോട് ചേർന്നിരിക്കും നമുക്ക് എന്തുണ്ടായിരിക്കാം? ഒരു ചൂടുണ്ടായിരിക്കും, അല്ലെ? തീ കൂട്ടിയിട്ടിട്ടു ദൂരെ പോയിരുന്ന ചൂട് കിട്ടുമോ? ഇല്ല, അടുത്തിരിക്കണം. അതിന് നമ്മൾ ശക്തമായ ഒരു പ്രാർത്ഥന നമുക്ക് ആവശ്യമാണ്. ആ പ്രാർത്ഥനയിലേക്കാണ്, ആ ആരാധനയിലേക്ക് നമ്മൾ വരണം. എന്തുകൊണ്ടാണ് ആ കുടുംബത്തിലെ തടസ്സങ്ങൾ മാർക്ക് പോകുന്നറിയാമോ? എന്തുകൊണ്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത്? എന്തുകൊണ്ട് പ്രലോഭനങ്ങളെത്തി നമ്മൾ ചുറ്റിലേക്ക് കടന്നു അറിയാമോ? നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കാത്തവരാണ്. കർത്താവ് നിങ്ങളോടുകൂടെ ഈ കത്തി തുടങ്ങിയവരെ നിൽക്കത്തില്ല, നമ്മൾ എരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിച്ചു തുടങ്ങി നോക്കിയേ, സ്റ്റാർട്ട് ചെയ്ത് നോക്കിയേ, ആ തീ നമ്മൾ എരിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ എന്റെ ഏതെങ്കിലും പള്ളിയിലുള്ള സമയത്ത് അവിടെ ഒരു അമ്മച്ചിയുണ്ട്. എനിക്ക് അമ്മച്ചിയുടെ ഭയങ്കര ഇഷ്ടമാണ്, അല്ലേ? അമ്മച്ചിമാരുടെ ശരീരത്തിലേക്ക് നോക്കിയിട്ടുണ്ട്, ചക്കപ്പഴം പോലെ തണുപ്പാണ്. ശ്രദ്ധിച്ചോളൂ, എന്താ പറയുക? ഈ അമ്മച്ചിമാരുടെ ശരീരത്തിലെ ഒരുപാട് പ്രതിരോധ ശക്തിയുണ്ട്. ഈ കണ്ട കൊറോണയെ, ഈ കണ്ട സകല മാലികളെ തോപ്പിച്ചുകൊണ്ടാണ് ഈ പ്രതിരോധ ശക്തി കൂടുതലാണ്. അതുകൊണ്ട് പലപ്പോഴും അമ്മച്ചിമാരുടെ കുടിക്കണം, അസുഖം വരില്ല. സത്യമാണ്, സൈക്കോളജി തെളിയിച്ചിട്ടുള്ളതാണ്. അപ്പോ ഒരു അമ്മച്ചിയുണ്ട്, അമ്മച്ചിക്ക് ഭയങ്കര ശിവനെയാണ്. ശിവനിൽ നിന്ന് ഭയങ്കര വിറയാണ്. അപ്പൊ നമ്മൾ അമ്മച്ചി തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ ഷോക്ക് അടിക്കും പോലെ ഭയങ്കര ശിവനില്ല. അപ്പോ ഒരു ദിവസം ഈ അമ്മച്ചി ഏകദേശം പള്ളിയിൽ നിന്ന് ചില മനുഷ്യന്മാർ നമ്മൾ ഞെട്ടിക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ 4 പള്ളി, അന്ന് ആദ്യത്തെ കുർബാന 5:30 5:30 ആദ്യത്തെ കുർബാന. ഒരുപാട് ആളുകൾ, ഒരു കുഞ്ഞു പള്ളി, ഇതുപോലത്തെ ഒരു കുഞ്ഞു മനോഹരമായ പള്ളി. അപ്പോ ഈ അമ്മച്ചിക്ക് പെട്ടെന്ന് നടക്കാൻ പറ്റില്ല. ഇങ്ങനെ എന്ത് പറയാം, ഇങ്ങനെ തുള്ളിയാണ് വരുന്നത്. തുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റെപ്പ് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാൽ അമ്മച്ചി ഇവിടെ വീഴും, തറയും. അപ്പൊ വളരെ കെയർഫുൾ ആയിട്ട് ശ്രദ്ധിച്ച് പതുക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അവിടെ എത്താൻ അമ്മച്ചിക്ക് എങ്ങനെ നോക്കിയാലും ഒരു 15 മിനിറ്റ് ഈ പള്ളിയുടെ ഇങ്ങനെ തൊട്ടാലും അത്രയും സ്ലോ ആയിട്ടാണ് നടക്കുന്നത്. അപ്പോ എല്ലാ ദിവസവും ഞാൻ നോക്കുമ്പോ 5 മണിക്ക് ഈ അമ്മച്ചി പള്ളിയിലുണ്ട്. അതായത് ജപമാല തുടങ്ങാൻ വഴി അമ്മച്ചി പള്ളിയിലുണ്ട്. അപ്പൊ ഞാൻ ഒരു ദിവസം ആകാംക്ഷയോടുകൂടി അമ്മച്ചിയോട് ചോദിച്ചു, അമ്മച്ചി നിങ്ങൾ എത്ര മണിക്കാണ് വീട്ടിൽ 5:30 5 മണിക്ക് നിങ്ങളിവിടെ വന്നിരിക്കുന്നത്? നിങ്ങൾ എത്ര മണിക്ക് അമ്മച്ചി വീട്ടിൽ നിന്ന്? മക്കളെ ഞാൻ 2:30 ആകുമ്പോൾ
വീട്ടിൽ തന്നെ. കാരണം അമ്മച്ചി ഏകദേശം 2.5 hours യാത്രയുണ്ട്. എങ്ങനെ നടന്നു ഇതുപോലെ തുള്ളി 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 വരാൻ കുറേ സമയമെടുക്കും. അതാ പെട്ടെന്ന് നടക്കാൻ പറ്റത്തില്ല, നടന്നേ. അപ്പോ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ആകാംക്ഷ തോന്നി. ഞാൻ ഒരു ദിവസം അമ്മച്ചിയെടുത്ത് പറഞ്ഞു, അമ്മച്ചി ഇത് നിങ്ങളിങ്ങനെ വരണം. തിരിച്ചു അതുപോലെ തന്നെ കുർബാനയൊക്കെ തുള്ളി തുള്ളി കണ്ട എല്ലാത്തിനോട് സംസാരിച്ച് സന്തോഷകരമായി നടത്തിയാൽ. അപ്പൊ എനിക്കിത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര വിഷമം. ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി എനിക്ക് 4 കുർബാനയുണ്ട്. ഈ 4 കുർബാനയും കഴിഞ്ഞിട്ട് ഞാൻ 4ാമത്തെ കുർബാന കഴിഞ്ഞ് നേരെ ഞാൻ അമ്മച്ചിക്ക് വീട്ടിൽ വന്നിട്ട് അമ്മച്ചിക്ക് എല്ലാ ദിവസവും ഞാൻ എല്ലാ ഞായറാഴ്ചയിലും ഞാൻ പരിശുദ്ധ കുർബാന തരും. നിങ്ങൾ വിചാരിക്കുന്നു അമ്മച്ചി എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മച്ചി ഉമ്മ തരുന്നു വിചാരിച്ചു. അമ്മച്ചി എന്നോട് പറഞ്ഞു, സാത്താനെ ദൂരെ പോകും. അതെ, പിന്നെ മനസ്സിലോട്ട് പറഞ്ഞ പക്ഷേ തമാശക്ക് പറഞ്ഞ. പക്ഷേ ആ അമ്മച്ചിനോട് പറഞ്ഞു, അച്ഛാ എനിക്ക് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് വർഷങ്ങളായിട്ടുള്ള എന്റെ വിറയല. ഇത് ഒരിക്കലും എന്റെ ജീവിതത്തിൽ നിന്ന് പോകത്തില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ ഇപ്പോഴാണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം, ഒരാഴ്ചയിലെ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്തെന്ന് അച്ഛൻ ചോദിക്കണം. അതായത് എല്ലാ ഞായറാഴ്ചകളിലും ഇതുപോലെ 2 മണിക്ക് ഞാൻ എഴുന്നേറ്റ് പള്ളിയിലേക്ക് വരുമ്പോ കിട്ടുന്ന ഒരു ആനന്ദം ഈ ലോകത്തില് മറ്റൊന്നിനും എനിക്ക് തരാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല, എനിക്ക് പ്രാർത്ഥിക്കാനേ അറിയില്ല. ഞാൻ സ്കൂളിൽ പോയിട്ടില്ല. ഞാൻ ഇതുപോലെ നടന്ന് എന്റെ ഈശ്വരത്തേക്ക് വരും. എന്നിട്ട് ഞാൻ കുരിശിലേക്ക് നോക്കിയിരിക്കും. അപ്പോൾ എന്റെ വേദന ഞാൻ അറിയില്ല, എന്റെ വിറയിൽ ഞാൻ മറന്നു പോകുന്നു. തിരിച്ച് പരിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് വീട്ടിൽ പോകുമ്പോ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആനന്ദം ഇത് തന്നെയാണ്. ഓക്കെ, ആ പള്ളിയിൽ ഏറ്റവും കൂടുതൽ ദൈവം അനുഗ്രഹിക്കുന്ന ഒരു അമ്മയായിരിക്കും തീർച്ചയായിട്ടും ആ അമ്മ. നമ്മുടെ ജീവിതത്തിൽ 1ാം സ്ഥാനം അത് ദൈവത്തിന് കൊടുക്കുമ്പോഴാണ് ദൈവ ആരാധന തുടങ്ങുന്നത്. മനസ്സിലായോ? നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, സത്യസന്ധമായ ആരാധന നമ്മൾ നടത്തുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. നിങ്ങളെല്ലാം ചിന്തിക്കണം. ഒരു പ്രാർത്ഥന ഉണ്ടായ സർവശക്തനായ ദൈവത്തോടും എന്ന് പറഞ്ഞ സർവശക്തനായ ദൈവത്തോടും ഞാൻ മതി എനിക്ക് കിട്ടാനുള്ളത് ദൈവത്തെ പറ്റിയിരുന്നു. ദൈവത്തെ പറ്റിയിരുന്നത് നിങ്ങൾക്കറിയാമോ? പണ്ട് ദാവീദ് രാജാവും സോളമൻ രാജാവും അവരൊക്കെ ദൈവത്തെ പറഞ്ഞു, ഞാൻ നിങ്ങൾ നോക്കണം. ഇസ്രായേൽ പറഞ്ഞു, വേണ്ട, ഞങ്ങൾക്ക് രാജാക്കന്മാർ വേണം. മറ്റു ജനതകളൊക്കെ നോക്കി അവർക്കൊക്കെ രാജാക്കന്മാരുണ്ടല്ലോ, പിന്നെന്താ ഞങ്ങൾക്ക് രാജാവില്ലാതെ? അതുകൊണ്ട് ദൈവം തന്നെ അവർക്ക് രാജാക്കന്മാരെ നൽകും. നമുക്കറിയാം, സാബൂൾ രാജാവിനെ ദൈവം നൽകുന്നുണ്ട്. സാബൂൾ രാജാവ് നമുക്കറിയാം ഏറ്റവും വലിയ അഹങ്കാരിയാണ്. വിഗ്രഹ ആരാധന കൊണ്ടുവന്നത് അദ്ദേഹത്തിന്റെ കാലത്താണ്. രണ്ടാമതായിട്ട് നമുക്ക് ദാവീദ് രാജാവ്, അദ്ദേഹത്തിനും ഒരു ബലഹീനത ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, അദ്ദേഹം വിചാരത്തിൽ വീട് പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ സോളമൻ രാജാവ് നമുക്കറിയാം വിജ്ഞാനവും വിവേകവും ഉണ്ടായിരുന്ന മനുഷ്യൻ. പക്ഷേ അദ്ദേഹത്തിന് ഒരുപാട് ഭാര്യമാരുണ്ടായിരുന്നു എന്നും ഭാര്യമാരൊക്കെ വിഗ്രഹാരാധകരായിരുന്നു എന്നൊക്കെ നമുക്ക്. അപ്പോ മനുഷ്യമായിട്ടുള്ള ബലഹീനത അവർക്ക് ഉണ്ടായിരുന്നു. ആ സമയത്ത് അവർ ചെയ്യുന്നൊരു കാര്യം, അവർ ദൈവത്തിന്റെ മുമ്പിൽ മാപ്പ് അപേക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്നത് അവർ ചാക്കുകൊടുത്ത് ചാക്കം പൂശി നെഞ്ചത്തനുസരിച്ചു, എന്റെ പിഴ, എന്റെ പിഴ, എന്റെ പിഴ. അത് എന്താണ് നമ്മുടെ പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത്? കാച്ചി കുറുക്കി വെച്ചിരിക്കുന്നു. മനസ്സിലായോ? അതിലെ ഓരോ ഘടകങ്ങളും 45 മിനിറ്റും പ്രിയപ്പെട്ടവരെ പകുതി നമ്മൾ താഴെയും പകുതി സ്വർഗത്തിലുമാണ്. പരിശുദ്ധ കുർബാന ഉയർത്തുമ്പോൾ നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു പോകുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക്, ഞാൻ പറയും, സത്യസന്ധമായിട്ടുള്ള ദൈവാരാധന നമ്മൾ നടത്തിയാൽ നമ്മൾ സത്യസന്ധമായിട്ട് ആത്മാർത്ഥമാണെന്നനുസരിച്ച് എന്റെ പിഴ പറഞ്ഞ്, എന്റെ പിഴ അടിക്കരുത്, അടിക്കരുത്, അടിക്കരുത്. ഇന്ന് മനുഷ്യന്മാർ ഏറ്റവും കൂടുതൽ മരിക്കുന്നത് ഏത് അസുഖത്തിലാണ്? പറഞ്ഞു, ഹാർട്ട് അറ്റാക്ക്. എന്തുകൊണ്ടാണ് നമുക്ക് അറ്റാക്ക് വരുന്നത്? നമ്മൾ മര്യാദയ്ക്ക് അടിക്കുന്നു. പള്ളിയിൽ വന്ന് എല്ലാ ദിവസവും ആത്മാർത്ഥമായിട്ട് എന്റെ പിഴ, എന്റെ പിഴ, എന്റെ പിഴ അടിക്കണം. ഞാൻ പറയും, ജന്മത്തിൽ നിങ്ങൾക്ക് അറ്റാക്ക് വരില്ല, സ്റ്റോപ്പ്. ഇല്ലെങ്കിൽ ഇവിടെ അടിച്ചില്ലെങ്കിൽ എനിക്ക് കോളേജിൽ ഡോക്ടർ ലെറ്റർ ചവിട്ടും പറയുന്നത്. അപ്പോ സത്യസന്ധമായ ആരാധന നടത്തിയാലേ പ്രിയപ്പെട്ടവരെ അത് ദൈവം കാണും. ഇത് വെറുതെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതല്ല. ഇതൊക്കെ ഒരു നമ്മുടെ പരിശുദ്ധ കുർബാന അത്രമാത്രം പവർഫുൾ ആണ്. നിനക്ക് രോഗം വരാതിരിക്കാനുള്ള വഴികൾ ഇതിനകത്ത് തുറന്നു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോ ആത്മാർത്ഥം പെണ്ണു കഴിഞ്ഞു. ഞാൻ എന്റെ
വേറെ കേൾക്കുമ്പോൾ കേൾക്കാം എനിക്ക് ഇവിടെ. കാരണം എനിക്ക് വന്ന് നടക്കാനൊന്നും സമയമില്ല. അതുകൊണ്ട് നമ്മൾ നല്ലൊരു ആരാധന നടത്തിയാൽ മാത്രം മതി. നമുക്ക് സകല ആരോഗ്യങ്ങളും നമുക്ക് ദൈവം തന്നെ. ഒന്ന് അടിച്ചു നോക്കിയാലോ, ഇന്ന് ബ്ലഡ് ഒക്കെ ഇന്ന് പകൽ അസുഖം ഇന്ന് പോകണം. നാളെ കുർബാനയ്ക്ക് ആക്റ്റീവായിട്ട് നിങ്ങൾ പങ്കെടുക്കും. പ്രാർത്ഥിച്ചോളാം. സർവശക്തനായ ദൈവത്തോടും ഈ കത്തലില്ല, തീ കത്തിക്കാൻ ഒന്നും പറ്റത്തില്ല. ഒരു പാട്ടിനുണ്ട് തീ കത്തിക്കാണെങ്കിൽ തീ കത്തിക്കുക. അപ്പോ കത്തിക്കണം, ഞാൻ തന്നെ കത്തിക്കണേ. വിളിച്ചവരെ നിങ്ങൾ നോക്ക്, ജീവിക്കട്ടെ കുറെ കാലം സന്തോഷമായിട്ട് പറ. സർവശക്തനായ ദൈവത്തോടും എന്നാൽ വിചാരത്താൽ വാക്കാൽ പ്രവൃത്തിയാൽ ഉപേക്ഷയാൽ ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ എന്റെ പിഴ എന്റെ പിഴ. കുർബാനയിൽ പകത്തെ അസുഖം പോയി ചെയ്താൽ മതി, ചെയ്തോളാം. കള്ളാകാതെ പലരും ഏറെ മാത്രമേ അടിക്കുള്ളൂ. എന്റെ പിഴ എന്റെ പിഴ, ഞാൻ കാറ്റ് മാത്രമേ അടിക്കുള്ളൂ. എനിക്ക് ഈശ്വരനാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ആയതുകൊണ്ട്. അപ്പോ ആ സത്യസന്ധമായ ഒരു ആരാധന ദൈവം മനുഷ്യന് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ആ ബലിയായി തീർന്നവന് ദൈവം അത്രമാത്രം മനുഷ്യനെ സ്നേഹിച്ചു. അതുകൊണ്ട് തന്നെ അത് നിസ്സാരമായിട്ടൊരു ബലി, ദൈവത്തിന്റെ ബലിയിൽ പങ്കുകാരാവുകയാണ് അല്ലെ. നമ്മൾ കൃഷിയുടെ പ്രാർത്ഥനയിൽ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു മനോഹരമായ വചനമുണ്ട്. അവനോട് കുരിശിൽ തറയ്ക്കപ്പെട്ടിരുന്ന, ബാക്കി പറഞ്ഞ്, അവനോട് കൂടി കുരിശിൽ തറയ്ക്കപ്പെട്ടിരുന്ന രണ്ട് കള്ളന്മാരുടെ കണങ്ക നിങ്ങളെ ശരിയില്ല. ഒന്നുകൂടെ പറഞ്ഞു, അവനോട് കുരിശിൽ തറയ്ക്കപ്പെട്ടിരുന്ന 150 പ്രാവശ്യം കുരിശിന് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം. ചിലരൊക്കെ ഇത് പചനമാണ്. അവനോട് കുരിശിൽ തറയ്ക്കപ്പെട്ടിരുന്ന രണ്ട് കള്ളന്മാരുടെ എന്തായി കണങ്കാരൻ, എന്തായി കണങ്കാരൻ? നിങ്ങളൊക്കെ ഭയങ്കര എന്തായി കണങ്കാരൻ? എന്താണ് ഈ കണങ്കാരൻ? എന്താണ് ഈ കണങ്കാരൻ? മകളെ, എന്താണ് ഈ കണങ്കാരൻ? എന്താണ് കണങ്കാരൻ? എല്ലാ ഉത്തരവ് എവിടെയുണ്ട്? എല്ലാ ഉത്തരവ് എവിടെയുണ്ട്? അത് കണ്ണങ്കാരൻ, കണങ്കാരല്ല. എന്താണ് എല്ലാ ഉത്തരവ് എവിടെയുണ്ട്? എല്ലാ ഉത്തരവ് എവിടെയുണ്ട്? കുരിശ്. സൂക്ഷിച്ചു നോക്കിയേ, എവിടെയാണ് കണങ്കാരിരിക്കുന്നത്? കുരിശിൽ. അയ്യോ, പള്ളി വന്നിട്ട് 19 വർഷമായി. ഒരു കണങ്കാരൻ എവിടെയാണ് ഇരിക്കണം? എവിടെയായിരിക്കും? പറയാം, കണങ്കാരൻ ഇരിക്കുന്നത്. ഈശോയുടെ കൂടെ കുരിശിൽ തറയ്ക്കപ്പെട്ട രണ്ട് കള്ളന്മാരുടെ കണങ്കാൽ തകർത്തു. എന്നാൽ ഈശോ പണ്ടേ മരിച്ചു കഴിഞ്ഞു എന്നതിനാൽ അവന്റെ കണങ്കാൽ തകർത്തില്ല എന്നും. തകർത്ത കണങ്കാൽ ഞാൻ പറയാം. അതായത് യേശുവിന്റെ കുരിശുണ്ടോ, ആ കുരിശില് യേശുവിന്റെ ബോഡി വെയിറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ഒരു ചെറിയ കണക്ഷൻ കണ്ടു. അതായത് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവത്തിന്റെ കഷ്ടപ്പാട് നമ്മൾ മനസ്സിലാക്കണം. അതായത് രണ്ട് കാല് കൂട്ടി അടിച്ച് വച്ചിരിക്കുന്ന തടിക്കഷ്ണമാണ്. എന്തിനാണ്? ഈശോയുടെ ഇഷ്ടം കൊണ്ട് വെച്ചുകൊണ്ടതാണ്? ഇല്ല. അതായത് ആ കണങ്കാല് കുരിശിൽ കിടക്കുന്ന വ്യക്തി എത്ര ദിവസം വരെ കിടക്കും? എത്ര ദിവസം വരെ കിടക്കും കുരിശിൽ? 7 8 ദിവസം. ഈ 8 ദിവസവും വെള്ളമില്ല, ചോര വാർന്ന് അവസാനം പിടഞ്ഞു വരും. അപ്പോ അന്ന് സാപത്തായിരുന്നത് കൊണ്ട് പെട്ടെന്ന് മരിക്കാൻ വേണ്ടി തടി കഷ്ണം അവർ തട്ടിക്കളയും. അപ്പോൾ സംഭവിക്കും. ഇപ്പൊ ഈശോയുടെ തടി കഷ്ണം അവർ 2 മുട്ടും എങ്ങനെ നിൽക്കുന്നത്? സ്റ്റഡി ആയിട്ടാണ് നിൽക്കുന്നത്, ഇങ്ങനെ നിൽക്കുന്നത് അല്ലെ. അപ്പൊ എന്ത് സംഭവിക്കും? ഈ വെയിറ്റ് എല്ലാം എവിടെ വരും? കാലിൽ വരും? ഇല്ല. എവിടെ വരും? കൈ തണ്ട എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൽ കാണുന്നത് ഇങ്ങനെ അല്ലെ. പലപ്പോഴും കുരിശിൽ തറയ്ക്കുന്നവരുടെ കൈ ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്? തറയ്ക്കുന്നത്. ക്രൂരമായ ആചാരം. അതായത് കുറ്റവാളികളെ പേടിപ്പിക്കാൻ വേണ്ടി പേർഷ്യ സാമ്രാജ്യക്കാർ കണ്ടുപിടിച്ച ഏറ്റവും ക്രൂരമായ നിഷ്ഠുരമായ വേദനയുള്ള ആ കൊലപാതകമാണ് വിശ്വബലി. ഓക്കെ, അത് ദൈവം അത് കാലത്തിൽ ദൈവം പൂർത്തിയാക്കാൻ വേണ്ടി എന്തിനറിയാമോ? നമ്മളെ വിശദീകരിക്കാൻ വേണ്ടി. അപ്പോ ഇവിടെ തറയ്ക്കുമ്പോൾ ഈ 8 ഘട്ടത്തിലാണ് നമ്മൾ ആ ശരീരം മുഴുവൻ നിൽക്കുന്നത്. അപ്പോ നമുക്കറിയാം, ശ്വാസം എടുക്കാം, മുട്ടിലേക്ക് പോയി. പിന്നെന്താണ്? ഈ 2 കൈകൾ വെയിറ്റ് വരുന്നത് നമ്മുടെ ശരീരം മുഴുവൻ. പക്ഷേ ഈ ശ്വാസത്തിന്റെ വിലയിൽ നമ്മൾ ഫ്രീ ആയിട്ട് എടുക്കുന്ന ശ്വാസം ഫ്രീ ആയിട്ട് കിട്ടിയതല്ലേ? ശ്വാസം ഉണ്ടോ? വെച്ചോ, ശ്വാസം ഉണ്ടോ? ഉണ്ട്. ശ്വാസത്തിന് നമ്മൾ ചാവും അല്ലെ. അതായത് ചൂടും തണുപ്പുണ്ട് നമ്മുടെ ശരീരത്തിൽ. തണുത്ത അവസ്ഥയാണ് മരണം. ചൂട്, അതായത് ശ്വാസമാണ് നമുക്ക് ചൂട് നൽകുന്നത്, ശരീരത്തിൽ രക്തം നൽകുന്നത്. അപ്പോ ഈ 2 കൈയും തൂങ്ങുമ്പോ ശരീരം മുഴുവൻ വളരെയധികം വേദന അനുഭവിക്കും. ഒരുപക്ഷെ ഒരിക്കലും കാണാൻ വേണ്ടിയിട്ട് ഈ
ഈശോ കുരിശിൽ കിടന്നു പിടഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറഞ്ഞത്, എന്റെ ദൈവമേ നീ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു. ഓക്കെ, എന്തുമാത്രം വേദനയാണ് ഈശോ കുരിശിൽ അനുഭവിച്ചത്. ആ ബലിയാണ്, മറ്റൊന്നുമല്ല. അതേ ബലി ഇവിടെ അർപ്പിക്കപ്പെടുന്നു. നിങ്ങൾ നോക്കിയേ, ഈശോയെ കുറിച്ച് കുരിശിൽ തറയ്ക്കോട് 2 കള്ളന്മാരുടെ കണങ്കാൽ തകർത്തൊന്നും ഈശോ പണ്ടേ മരിച്ചു കഴിഞ്ഞതിനാൽ ഈശോയുടെ കണങ്കാൽ തകർത്തില്ല എന്നും. എന്നാൽ പടയാളികളിൽ ഒരാൾ കുന്തം കൊണ്ട് അവിടത്തെ വിലാപ്പുറത്ത് കുതിയോ കുതി. എല്ലാവർക്കും അവിടെ ഉണ്ട് കണ്ടോ, ഇവിടെ ഒരു കുത്ത് കണ്ടോ, അവിടെ നിന്ന് ചോരയും നീരും ഒഴുകി അല്ലെ. അതായത് ആ കുരിശിൽ കിടന്നുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു മറ്റൊരാൾക്ക് ജന്മം നൽകുകയാണ്. എപ്രകാരമാണ് പ്രിയപ്പെട്ടവരെ ആദത്തിന്റെ വാരിയിൽ നിന്ന് ഒരു സ്ത്രീക്ക് ജന്മം നൽകുന്നത്, അതുപോലെ കർത്താവായ യേശു ക്രിസ്തു കുരിശിൽ കിടന്നുകൊണ്ട് മറ്റൊരാൾക്ക് ജന്മം നൽകുകയാണ്. അതിന്റെ പേരാണ് സഭ. മനസ്സിലായോ? അതായത് അതേ വാരിയലിലൂടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തി അവിടെ നിന്ന് ഒഴികെ ചോരയും നീരും നിന്നും ആണ് കർത്താവായ യേശു ക്രിസ്തു മറ്റൊരാൾക്ക് ജന്മം. അതിന്റെ പേരാണ് സഭ. അതായത് നമ്മളിരിക്കുന്ന ദേവാലയം ദൈവത്തിന്റെ ആലയമാണ്. ആ ദേവാലയത്തിൽ വരുമ്പോ ശക്തമായിട്ട് ദൈവാരാധന നമുക്ക് ആവശ്യമാണ്. കർത്താവ് നിങ്ങളോടുകൂടെ അതാണ് ബലി. ആ ബലിയിൽ നമ്മൾ പങ്കുചേരുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ എന്ത് ചെയ്യണം? പൂർണ്ണമായിട്ട് സമർപ്പിക്കണം. ഇനി ദൈവാരാധന ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും മക്കളെ? ദൈവാരാധന ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? പറഞ്ഞേ. മോശയോട് ദൈവം കത്തിപ്പടരുന്ന ഉൾപ്പെടെ ദൈവം എന്താ പറഞ്ഞിരിക്കണം? എന്റെ ജനത്തെ ഇവിടെ കൊണ്ടുവരണം, ശക്തമായ ഒരു ദൈവാരാധന, മറ്റൊന്നും ദൈവത്തിന് വേണ്ട. സത്യസന്ധമായ ഒരു ദൈവാരാധന നടത്താനാണ് ദൈവം ഇസ്രായേൽ ജനത്തെ വിളിച്ചത്. ഇസ്രായേൽ ജനത്തെ വിളിക്കുവാൻ വേണ്ടി മോശ എവിടെ പോയി? ഈജിപ്തിൽ പോയി. ഈജിപ്തിൽ പോയപ്പോൾ എന്ത് സംഭവിച്ചു? ഫറവോയുടെ ഹൃദയം കഠിനമായി. അപ്പോൾ അവൻ ഇസ്രായേൽ ജനത്തെ വിട്ടോ? വിട്ടില്ല. അപ്പോ ദൈവാരാധന, സത്യസന്ധമായി ദൈവാരാധന നടത്താത്ത, അല്ലെങ്കിൽ നടത്താൻ മടി കാണിക്കുന്ന, നടത്താൻ ചിലപ്പോൾ അമ്മമാരെയൊന്നും ഭർത്താക്കന്മാരൊന്നും പള്ളിയിലാണ് നടത്താൻ സമ്മതിക്കാത്ത മനുഷ്യന് എന്ത് സംഭവിക്കുന്നു അച്ഛൻ പറഞ്ഞുതരാം. ബൈബിൾ എടുത്ത് നോക്കണം. ആദ്യം പ്രാവശ്യം ദൈവം ഒരു വാണിംഗ് കൊടുത്തു. അതായത് മോശയ്ക്ക് ദൈവം ഒരു വടി കൊടുത്തിട്ട് പറഞ്ഞു, മോശെ നീ വടി കയ്യിലെടുക്കണം. എന്നിട്ട് ഫറവോ സമ്മതിച്ചില്ലെങ്കിൽ ഈജിപ്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നദി ഇതാണ്. നദിയുടെ പേരെ പറഞ്ഞ ശബ്ദം പറഞ്ഞു നൈൽ നദി അല്ലെ. ഈജിപ്ത് മുഴുവനായിട്ട് ചുറ്റപ്പെട്ട് കിടക്കുന്ന നദിയാണ്. മോശ അവിടെ പോകുന്നു, വടി എടുക്കുന്നു, ഫറവോ എന്ന് പറയുന്നു, ജനത്തെ കിട്ടുക ദൈവാരാധനയ്ക്ക്. ഫറവോയുടെ ഹൃദയം കഠിനമായി. മോശ വടി എടുത്തുകൊണ്ട് ഇവിടെ അടിച്ചു. നൈൽ നദിയിലെ ജലമെല്ലാം രക്തമായി മാറി. രക്തമുള്ളവർക്ക് ജീവൻ ഉണ്ടാവോ? ഇല്ല. എന്ത് സംഭവിക്കും? മത്സ്യങ്ങളെല്ലാം ചത്തുപോയി. വീട്ടിൽ മത്തി വാങ്ങാറുണ്ടോ? ആ പഞ്ചായത്ത് മുഴുവൻ കെട്ടുപോയ അവസ്ഥയാണ് അല്ലെ. ഒരു പ്രദേശം മുഴുവൻ ആ ജലജന്തുക്കൾ ചത്തുപോകും. എന്ത് സംഭവിക്കും? ദുഃഖം അല്ലെ. ദൈവാരാധനയ്ക്ക് വന്ന് ദൈവത്തെ ആരാധിക്കാത്ത മനുഷ്യർക്ക് എന്ത് സംഭവിക്കുന്നു? ദുർഗന്ധം. നിന്റെ ആത്മാവ് നാറും. ശരീരത്തെക്കാൾ വലിയ നാറ്റമാണ് മനസ്സിന്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല, പിശാചിനെ നന്നായിട്ടറിയാം. അവൻ കൂട്ടമായിട്ട് വന്ന് താമസിക്കും. ശക്തമായ ദൈവാരാധന നടത്താത്ത മനുഷ്യ, നിന്റെ ഉള്ള പിശാചിന്റെ പണിപ്പുര. സത്യം, നിന്റെ ഉള്ള പിശാചിന്റെ പണിപ്പുരയായിട്ടാണ്. മനസ്സിലായി? നമ്മുടെ ഉള്ള പിശാചിന്റെ പണിപ്പുര ആക്കാനുള്ളതല്ല, പക്ഷെ ആരാധിക്കണം. നിരീശ്വരവാദികളോട് കുറെ പേരൊക്കെ അറിയിച്ചിട്ടുണ്ട്. ദൈവാരാധനയില്ല അല്ലെ. അത് ഉള്ളിൽ അച്ഛൻ വിശ്വാസം. അവനല്ല പറയുന്നത്. അവന്റെ പിന്നിലിരിക്കുന്ന ഒരു സാത്താനെ നമുക്ക് കാണാൻ സാധിക്കും. ദൈവാരാധനയ്ക്ക് തടസ്സമില്ലാത്തത് സാത്താണ്. നമ്മുടെ ഉള്ളിൽ നിരീശ്വരവാദികൾ പലപ്പോഴും എഴുതി വരുന്നതുകൊണ്ടറിയാമോ? ജോൺ പോൾ എന്ന മാർപ്പാപ്പ പറയുന്നുണ്ട്, ആരെങ്കിലും നിന്റെ മുമ്പിൽ വന്ന് ദൈവമില്ല എന്ന് പറയുകയാണെങ്കിൽ നീ അവൻ നോക്കി വിളിക്കണം പിശാചേ. കാരണം അവനാണ് അത് പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ ഹിന്ദു ദൈവാരാധന സംഭവിക്കുന്നു. ഈച്ച പെരുകുന്നു, പേൻ പെരുകുന്നു, പിന്നെ അങ്ങോട്ട് കൽമഴ വർഷിക്കപ്പെടുന്നു. അങ്ങനെ മഹാമാരിയാണ്. ഈജിപ്ത് ദേശം മുഴുവൻ പടാപ്പാടുകൾ നമുക്കറിയാം. ചില കുടുംബങ്ങൾ ഇന്നും അതുപോലെ പെടാപ്പെടുന്നതിന് കാരണം അറിയാമോ? ഈ ആരാധനയില്ലാത്തതാണ്. പള്ളിയിൽ വന്നാൽ നമുക്ക് ശക്തമായിട്ട് ആരാധിക്കാൻ പറ്റുന്നില്ല. കുടുംബക്കാർത്തേക്ക് നമുക്ക് ആരാധിക്കാൻ പറ്റുന്നില്ല. പിന്നെന്താണ്? വിശിഷ്ട പ്രാർത്ഥനയിൽ പോയാൽ നമുക്ക് ആരാധിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താണ്? നമ്മളെല്ലാം നമ്മുടെ ഉള്ളുന്ന നമ്മുടെ ഭവന. അപ്പോ സത്യസന്ധമായ ദൈവാരാധന ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ദൈവം തന്നെ കാണിച്ചു തന്നില്ലേ നമുക്ക്. അപ്പോ സത്യസന്ധമായ ഒരു ദൈവാരാധന നമ്മൾ
നമ്മൾ നടത്തണം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ. അതൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഗ്രഹമായി മാറും. കർത്താവ് നിങ്ങളോടുകൂടെ. ദൈവാരാധനയ്ക്ക് എത്തി നിൽക്കുന്ന എന്താണെന്ന് അറിയാം? ദൈവാരാധനയ്ക്ക് എത്തി നിൽക്കുന്ന എന്താണെന്ന് അറിയാം? വിഗ്രഹാരാധന. എന്താണ് വിഗ്രഹാരാധന? എന്താണ് ഈ വിഗ്രഹാരാധന? ഇത് വിഗ്രഹമാണോ? സംശയം. കത്തോലിക്ക വിശ്വാസികളെ സംശയം നിങ്ങൾക്ക്. അത് വിഗ്രഹമാണോ? അത് വിഗ്രഹമാണോ? അപ്പൊ എന്താണ് വിഗ്രഹം? എന്താണ് വിഗ്രഹം? ഞാൻ പറഞ്ഞു നിങ്ങൾക്കറിയാം. ഇത് വിഗ്രഹമല്ല. അതായത് അപ്പോസ്തലന്മാർ നമുക്ക് സഭയ്ക്ക് അടിസ്ഥാനപ്പെട്ടത് ഈശോയാണ്. ഈശോയ്ക്ക് ശേഷം 12 അപ്പോസ്തലന്മാരാണ് സഭയിലേക്ക് കടന്നു വരുന്നത്, അല്ലെ? ഈ അപ്പോസ്തലന്മാർ യോഹന്നാന്റെ സുവിശേഷം മുതൽ നമ്മൾ വായിക്കുമ്പോൾ, 1-ാം അധ്യായത്തോട് വായിക്കുമ്പോൾ, ഞങ്ങൾ കണ്ടതും കേട്ടതും തൊട്ടതും അനുഭവിച്ചറിഞ്ഞതുമായ സുവിശേഷമാണ് പ്രഘോഷിക്കുന്നത്. അപ്പോസ്തലന്മാരെ നമ്മെ പഠിപ്പിച്ചത്. അപ്പോസ്തലന്മാരെ നമ്മെ പഠിപ്പിച്ചത് എന്താണ്? അവർ കണ്ടു. ആരെ കണ്ടു? പരിശുദ്ധാമ്മയെ കണ്ടു, യൗസേപ്പ് പിതാവിനെ കണ്ടു, കർത്താവേശുവിന്റെ കുരിശുമരണം കണ്ടു. ഈ 2000 വർഷങ്ങൾക്ക് ഇപ്പുറം നമ്മളും വിശ്വസിക്കുന്നതിന്, നമ്മളും കണ്ടു ബോധ്യപ്പെടുന്നതിന് വിശുദ്ധ ലൂക്ക ആദ്യമായിട്ട് പരിശുദ്ധാമ്മയുടെ ചിത്രം വരച്ചു. നമുക്ക് പ്രാർത്ഥിക്കാം. 2000 വർഷങ്ങൾക്ക് നമുക്ക് കാണാം. ഇതാ ഇങ്ങനെയാണ് യേശുക്രിസ്തുവിനെ കുരിശിച്ചത് എന്ന് നമുക്ക് പറഞ്ഞതിനാണ്. ഇങ്ങനെയാണ് യേശുക്രിസ്തുവിനെ കുരിശിച്ചതെന്ന് നമുക്ക് കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ട് അവര് ഒരു രൂപം ഉണ്ടാക്കി നമുക്ക് കാണിച്ചു തന്നു. ഫോർ എക്സാമ്പിൾ, ഈ വന്ന ഒരു കാര്യം ഇരിക്കുകയാണ് കേട്ടോ. ഒരു സുന്ദരിയാണ് കേട്ടോ. സുന്ദരി കുട്ടിയാണ് കേട്ടോ. അവളുടെ പേരെന്താ? ഹെനിയ. ഹെനിയ എന്ന് പറയുന്ന മക്കൾ പാമ്പിനെ കണ്ടിട്ടുണ്ടോ? പാമ്പിനെ കണ്ടിട്ടുണ്ട്. സ്നേക്ക് ഇന്ന് കണ്ടിട്ടില്ല. ഓക്കെ. ഈ ഹെനിയുടെ അമ്മയുടെ ഉണ്ടോ? മുമ്പ് തന്നെ. ഈ ഹെനിയ പാമ്പിനെ കണ്ടിട്ടില്ല. അപ്പൊ ഈ കൊച്ചെന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് പിള്ളേർ ഭയങ്കര സംശയമാണ്. ഈ പിള്ളേരെ ആരോട് ചോദിക്കും? അമ്മയോട് ചോദിക്കും. അമ്മേ, പാമ്പ് എന്ത് ചെയ്യും? അപ്പൊ നല്ല അമ്മയാണെങ്കിൽ എന്ത് ചെയ്യും? ഒരു ബുക്ക് എടുത്ത് എന്ത് ചെയ്യും? ഒരു പടം വരച്ച് കാണിച്ചു കൊടുക്കും. മക്കളെ, ഇതാണ് ടെറർ ജീവിയാണ്, അടുത്തുനിന്ന് പോയിട്ട് കണ്ടു കഴിഞ്ഞാൽ പഞ്ചായത്ത് ഓടി കൊടുക്കുന്നു, അല്ലേ? ഇനി കുറച്ചുകൂടെ സാമ്പത്തിക ശേഷിയുള്ള അമ്മയാണെങ്കിൽ എന്ത് ചെയ്യും? നേരെ വണ്ടി എടുക്കും. എവിടെ പോവും? സൂവിൽ പോവും. എന്നിട്ട് അവിടുത്തെ ആന കൊണ്ടേ കാണിച്ചു കൊടുത്തത് പറയും, മക്കളെ ഇതാണ് പാമ്പ്, അല്ലെ? അത് ആ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു അറിവാണ്. കാരണം നമ്മൾ പടത്തിൽ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ നീളമുള്ള ഇങ്ങനെ ഇരിക്കുന്ന ഒരു ജീവി എന്ന് പറയുന്നതിനേക്കാൾ കാണിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് അതിനെ കുറിച്ച് കൂടുതൽ അറിയില്ല. ആ കൊച്ചെന്ത് ചെയ്യും? അതിനെ കാണുമ്പോൾ കുറച്ച് സൂക്ഷിക്കും, അതിന്റെ അടുത്ത് പോകരുത് എന്നമ്മ പറഞ്ഞു കൊടുക്കും, അല്ലെ? അതുപോലെ തന്നെ അതുപോലെ തന്നെ നമ്മുടെയും ജീവിതത്തിൽ നമ്മൾ കാണുന്നതിന് വേണ്ടിയിട്ടാണ് കണ്ട് പ്രാർത്ഥിക്കാൻ. അത് വിഗ്രഹമല്ല. അങ്ങനെ വിഗ്രഹമല്ല. പരിശുദ്ധമ്മയുടെ കണ്ണിൽ നിന്ന് രക്തക്കണ്ണീർ വരികയില്ലായിരുന്നു. പരിശുദ്ധമ്മയുടെ കണ്ണിൽ നിന്ന് പേരും പാലും ഒഴുകത്തില്ലായിരുന്നു. വിശുദ്ധ കുരിശിൽ നിന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുകയില്ലായിരുന്നു. അപ്പോ അത് നമുക്ക് സാക്ഷ്യത്തിന് വേണ്ടിയിട്ട് അപ്പോസ്തലന്മാർ നമ്മെ പഠിപ്പിച്ച വിശ്വാസത്തിന്റെ ആദ്യപാഠങ്ങളാണ് വിഗ്രഹം. ഇന്ന് നിങ്ങൾ പറയുന്നത് രൂപങ്ങൾ. അപ്പൊ എന്താണ് വിഗ്രഹം? അപ്പോ വീണ്ടും നമുക്ക് ഹെനിയെ തന്നെ എടുക്കാം. പ്രാർത്ഥിക്കുമോ? കുടുംബ പ്രാർത്ഥനയും കൊണ്ടാണ് ഇല്ല. ഹെനിയുടെ കാര്യം മാത്രമല്ല, മൊത്തത്തിൽ ചോദിച്ചിട്ട് ഇവിടെ മൊത്തം പ്രശ്നമാണ്. ഞാൻ പറയുന്നില്ല. ഓക്കെ, ശരി. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഈ വിഗ്രഹാരാധനയാണ് എല്ലാത്തിനും പ്രശ്നം. അതായത് നമുക്കറിയാം, ദൈവം നമുക്ക് വേണ്ടി മാസ്റ്റർ പ്ലാൻ തയ്യാറാണ്. ചില മാസ്റ്റർ പ്ലാൻ ഇസ്രായേൽ ജനത്തെ താഴെയാക്കിയിട്ട് മുകളിൽ ആ ഹോറബ് മലയുടെ മുകളിൽ ദൈവം ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി. എന്റെ ജനം നശിച്ചു പോകാൻ പാടില്ല, അവർക്കൊരു വലിയ പദ്ധതി ഞാൻ തയ്യാറാക്കും. ഇങ്ങനെ പദ്ധതി തയ്യാറായിക്കൊണ്ടിരിക്കുമ്പോ സകല അനുഗ്രഹം കൊടുക്കാൻ, തേരുപാലം കൊടുക്കുന്ന കാനാൻ ദേശത്തേക്ക് പോകാനുള്ള എല്ലാ പ്രയറുകളും എടുക്കുമ്പോ താഴെ നിന്ന് നോക്കിയപ്പോ അല്പസമയത്തേക്ക് ദൈവത്തെ കണ്ടില്ല, അവിക്കനായ മോശയും കണ്ടില്ല. അവരെന്ത് ചെയ്തെന്ന് അറിയാമോ? അവരോട് പറഞ്ഞു, ഞങ്ങൾക്ക് ആരാധിക്കാൻ ഒരു കാളക്കുട്ടി ഉണ്ടാക്കി തരിക. ഭീഷണിമായെന്ന് അഹറോൻ ഒരു കാളക്കുട്ടി ഉണ്ടാക്കി കൊടുത്തു. ആ കാളക്കുട്ടി ആരാധിച്ചതിന് ശേഷം അവർ തീനും കുടിയും കഴിഞ്ഞ് വിനോദങ്ങളിൽ ഏർപ്പെട്ടു എന്ന് 32-ാം അധ്യായത്തിന്റെ അവസാന വാക്കുകൾ പറയുന്നുണ്ട്. എന്താണെന്ന് അറിയാമോ? വിഗ്രഹാരാധന എന്ന് പറയുന്നത് ഐഡന്റിറ്ററി എന്നാണ്. എന്താണ് ഐഡന്റിറ്ററി എന്ന് പറഞ്ഞാൽ?
വിഗ്രഹാരാധന. അതിനുശേഷം ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ അനുസരിച്ച് ഐഡന്റിറ്റി കഴിഞ്ഞ് വിഗ്രഹാരാധന കഴിഞ്ഞ് അവർ ചെയ്ത തെറ്റെന്നറിയാമോ? അഡൾട്ടറി. ഐഡന്റിറ്റി ഈസ് ഈക്വൽ ടു അഡൾട്ടറി എന്ന് വെച്ചാൽ തീരും കുടിയും കഴിഞ്ഞ് അവർ വിനോദങ്ങളിൽ ഏർപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവർ പരസ്പരം വ്യഭിചാരം ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോ വിഗ്രഹാരാധന വളരെയധികം സൂക്ഷിക്കേണ്ട കാര്യം, ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഞാനിത് പറയാനുള്ള കാരണം നമ്മുടെ ഭവനങ്ങളിൽ ചില വിഗ്രഹാരാധനകൾ നടത്തും. നമ്മൾ അറിയുന്നു. ഇത് പറഞ്ഞു തന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവനോട് പോകും. അതുകൊണ്ടാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് പിള്ളേരെ പേരെടുക്കാം. കുഴപ്പമൊന്നുമില്ല മക്കള്. എന്താ പേര്? അശോകൻ, ജോയൽ. നൈസ് ജോയൽ. മൈക്കും പോയി. അപ്പൊ ജോയൽ, ഈ ജോയൽ ഇഷ്ടപ്പെട്ട കാർട്ടൂൺ ഏതാ മോനെ? ഇഷ്ടപ്പെട്ട കാർട്ടൂൺ ധൈര്യം പറഞ്ഞോ? മിക്കി മൗസ്. പിന്നെ പാവം പറ. ഓഗി ആൻഡ് കോക്രോച്ച്. ഓഗി ആൻഡ് കോക്രോച്ച് ഐ മീൻ പാറ്റയുള്ള സംഭവമായിരിക്കും അല്ലേ? കോക്രോച്ച് എല്ലാവരും അറിയാം. ഓഗി ആൻഡ് കോക്രോച്ച് അപ്പോ ഇഷ്ടമാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? ഇഷ്ടമാണല്ലോ. ഓ സന്തോഷം. അപ്പോ അമ്മ വിളിക്കുക, മക്കളെ അമ്മ ഒരു ധ്യാനം കൂടി നന്നായി. അമ്മ എല്ലാ ദിവസവും 6 മുതൽ 7 വരെ ഇനി എന്റെ കുടുംബക്കാണ്, ഒരു മാറ്റമില്ല എന്ന് പറഞ്ഞു. അപ്പോ അമ്മ മക്കളെ വിളിക്കുന്നു, മക്കളെ വാ നമുക്ക് സന്ധ്യാ പ്രാർത്ഥന ചൊല്ലാം. അപ്പോ ജോയെ കുഴപ്പമൊന്നുമില്ല മക്കളെ, ഓമ കലർത്ത് തരുന്നു. ജോയെ പറഞ്ഞു, അമ്മ ഞാനിപ്പോ ഓഗി ആൻഡ് കോക്രോച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഞാൻ പിന്നെ വരാം എന്ന് പറയുമ്പോ ദൈവാരാധന നിശ്ചയിച്ചിട്ടുള്ള സമയമാണ് 6 മുതൽ 7. അപ്പോൾ ആ സമയത്ത് ജോയൽ തോന്നി മൊബൈൽ കാണാം. അപ്പൊ കയ്യിരിക്കുന്ന മൊബൈൽ ഫോൺ എന്തായി മാറുന്നു? വിഗ്രഹം. ഓഗി ആൻഡ് കോക്രോച്ച് ആരായി മാറുന്നു? വിഗ്രഹം. മനസ്സിലായോ? ഇസ്രായേൽ ജനം പാവം, അത് കാളക്കൂട്ടി ഉണ്ടായിരുന്നു. ഇനി പറഞ്ഞുതരാം. അമ്മച്ചമാർ പിള്ളേരെ പറഞ്ഞു എന്തൊരു സന്തോഷം. നിങ്ങൾ ഇതുപോലെ പ്രാർത്ഥിക്കാനായിട്ട് സമയം വെക്കുന്നു. ആ സമയത്താണ് നമ്മുടെ വീട്ടിൽ ചില വീടുകളിലൊക്കെ കുടുംബ വിളക്ക് കത്തിരിക്കുന്നത്. അപ്പോ നമ്മുടെ വീട്ടിലിരുന്ന ടി വി, ആ ചരിവും എന്തായി മാറുന്നു? ദൈവത്തിനെ ധൂപിക്കേണ്ടവർ അവിടെ ചെന്ന് ഒരു ചേച്ചിക്ക് 2 രൂപം, അമ്മച്ചിക്ക് 2 രൂപം, അമ്മച്ചിക്ക് പറയുന്നതെല്ലാം കേട്ട് പിറ്റേ ദിവസം എങ്ങനെ കുടുംബവഴക്കം ഉണ്ടാക്കാം? അതെന്തായി മാറുന്നു? വിഗ്രഹം. മനസ്സിലായോ? അപ്പൊ അത് ഞങ്ങൾ ഇസ്രായേൽ പാവമാണ്. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ ചെയ്യുന്നത് ഞായറാഴ്ച ദിവസം കരമുള്ള ദിവസം വിനോദം പറഞ്ഞു, കരമുള്ള ദിവസം നിങ്ങൾ പള്ളി വരണം, ഒരു മാറ്റമില്ല. അപ്പോ അത് ദൈവത്തിന്റെ കൽപ്പനയാണ്, തിരുസഭയുടെ കൽപ്പനയാണ്. ആ സമയത്താണ് നമുക്ക് ഞായറാഴ്ച ദിവസമാണ് ചില ചേട്ടന്മാർക്ക് ചേച്ചിമാർക്ക് വലിയ മെച്ചി കാണാനായിട്ട് പോകാം. നമ്മൾ ഞായറാഴ്ച പള്ളി വന്നില്ല, എന്നിട്ട് നേരെ വണ്ടി എടുത്ത് വലിയ മെച്ചി കാണാൻ പോയി. ദീപക്കുറ്റി പോലിരിക്കുന്ന വലിയ മെച്ചിന്റെ കാലിൽ ചെന്ന് വീണപ്പോ വലിയ മെച്ചി എന്തായി മാറി? വിഗ്രഹം. കല്യാണത്തിന് പോയ കല്യാണത്തിന് ചെറുതിൽ എന്തായി മാറുന്നു? ദൈവാരാധനയ്ക്ക് തടസ്സം നിൽക്കുന്നതിന്റെ പേര് വിഗ്രഹാരാധന. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചിന്തിക്കണം. മനസ്സിലായോ? വിഗ്രഹാരാധകൻ മക്കളമുഷ്ടിക്കാരനെ പോലെയാണ്. അവന്റെ ശാപം 1, 2, 3 തലമുറ വരെ നിലനിൽക്കുമെന്ന് പ്രഭാഷകന്റെ പുസ്തകം നമ്മൾ പഠിക്കും. വിഗ്രഹാരാധകൻ ആരെ പോലെയെന്ന് പറഞ്ഞ്? മക്കളമുഷ്ടിക്കാരനെ പോലെയാണ് എന്ന് വെച്ചാൽ വിട്ടുകൊടുക്കും. അവന്റെ ശാപം എത്ര തലമുറ? 1, 2, 3. പോയി ശാപത്തിൽ അനുഭവപ്പെടണം. ഞാൻ പറയുന്നത് കേൾക്കുന്നവരെ, നമ്മൾ എപ്പോഴും കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുന്നതല്ല. പള്ളി വരുന്ന സമയത്ത് ആത്മാർത്ഥമായിട്ട് പള്ളി വരിക, പുറത്ത് കറങ്ങി നടക്കരുത് അല്ലെ? നമ്മുടെ പിള്ളേരെ നോക്കണം, ചിലപ്പോൾ മൊബൈലൊക്കെ എടുത്ത് കുത്തിക്കൊണ്ടിരിക്കുക. അവിടെ ഇവിടെ ദൈവാരാധന, അവിടെ എന്തോന്ന്? വിഗ്രഹാരാധന. ഒരു മാറ്റം. നമ്മുടെ കുടുംബ സന്ധ്യാവന്തന പ്രാർത്ഥന എന്ന് പറയുന്നത് ആ കുടുംബത്തെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കർത്താവിന്റെ തിരുഹൃദയം സ്ഥാപിച്ചു വച്ചിരിക്കുകയാണ്. ആ തിരുഹൃദയത്തിൽ ഉത്ഭവിക്കുന്ന സ്നേഹാഗ്നി കൊണ്ടാണ് പലവിധമായ വൈശാചിക ബന്ധനങ്ങൾ, രോഗങ്ങൾ, കഷ്ടപ്പാടുകൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, ക്ലേശങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷിക്കപ്പെടുന്നത്. നമ്മൾ അതിന് മുമ്പ് നന്ദി പറയാം. എന്റെ കുടുംബത്തിൽ ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു. എനിക്ക് വിശ്വാസം കിട്ടാൻ കാരണം എന്റെ അമ്മച്ചിയാണ്. ഈ അമ്മച്ചി 70 വയസ്സുള്ളപ്പോ ഞാൻ കണ്ട് പഠിച്ചിട്ടുള്ള ഒരു കാര്യം,
എല്ലാ ദിവസവും ഈ അമ്മ ചെയ്യുന്നൊരു കാര്യം 80 വയസ്സ് വരെ ജീവിച്ചു. അവര് ഭയങ്കരമായിട്ടുള്ള ഗാർഡനിങ് എന്ന് പറഞ്ഞാല് 2 ടൈപ്പ് ചെടികളാണ്. ഒന്ന് ഈ സൈഡ് മുഴുവൻ റോസ, ഈ സൈഡ് മുഴുവൻ ചെമ്പരൻ, വെറൈറ്റി ചെമ്പരൻ. എല്ലാ ദിവസവും ഈ സാധനം മത്സരിച്ച് പോകണം. മറ്റൊന്നിനും അല്ല. എന്തെന്നറിയാം, ഇതിൽ നിന്നും 2 റോസ് ചെമ്പരത്തിയിട്ട് വിനോദത്തിനറിയാം. 2 ചെമ്പരത്തിയിട്ട് വിനോദത്തിന്റെ വീട്ടിലിറക്കാം. കാന്തനപ്പുറം അമ്മച്ചയെ വിനോദത്തിനറിയാം. എല്ലാ ദിവസവും കണ്ടിട്ടുണ്ട്. എൻ്റെ അമ്മയുടെ അമ്മയാണ് 2 ചെമ്പരത്തി ഇട്ട് 2 റോസാപ്പൂ ഇട്ട് എല്ലാ ദിവസവും ഈ ക്രിസ്തുരാജന്റെ ഒരു രൂപം വെച്ച് അതിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് എന്നിട്ട് അവിടെ ഹൃദയത്തിന്റെ രൂപവും അവിടെ കൊണ്ടുവന്ന് 2 പൂവ്. എല്ലാ ദിവസവും ചെമ്പരത്തി നന്നായിട്ട് പോകും. ആ ചെമ്പരത്തിൽ നിന്ന് എന്ത് ചെയ്യും, നല്ല രീതിയിൽ മാല കിട്ടും. എന്നിട്ട് അവരുടെ വീടിന് കുറെ ഇങ്ങോട്ട് പോകുമ്പോൾ ഒരു സെബസ്ത്യാനോസ് പുണ്യാളന്റെ ഒരു ചെറിയ കുരിശന്, ഒരു 5 ഒരു 3 പൊക്കമുള്ള ചെറിയ അതിന് മുമ്പിൽ കൊണ്ടുവന്ന് എന്ത് ചെയ്യും, ഈ അമ്മ മാലയും. എന്നിട്ട് ഈ അമ്മച്ചി ഒരു പോക്കാം പള്ളിയിലോട്ട് പോയി വന്നിട്ടേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, കാപ്പി കുടിക്കുന്നു. ഈ അമ്മച്ചിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമാണ്. അവര് എല്ലാ ദിവസവും പറയും ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ മഹത്വം, ഈശോയെ ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ. ഇത് മന്ത്രം. ഇത് പറഞ്ഞേ, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ. ഇതാണ് അവരുടെ മന്ത്രം. ഇത് എല്ലാ ദിവസവും ചെയ്യും. പ്രിയപ്പെട്ടവരെ, നമ്മളെങ്ങനെ അറിയാണ്ട് ആ റോസാ ചെടിയിൽ നിന്ന് ഒരു റോസ എങ്ങാനും പറിച്ച ആ കിളവി കയ്യിലെ കെണ്ട അടിച്ചു വെച്ചിട്ടുണ്ട്. സത്യമായിട്ട് ഞാൻ പറയുമ്പോൾ അത്രമാത്രം ഇഷ്ടമാണ് ആ റോസാപ്പൂക്കൾ. എന്തിനറിയാമോ? ഈശോയ്ക്ക് വേണ്ടി, ഈശോയ്ക്ക് വേണ്ടി അത് മാറ്റി വയ്ക്കും. ഞാൻ എന്റെ അനുഭവം കൊണ്ട് പറയാം. അവർ മരിച്ചു കിടക്കുമ്പോ പ്രിയപ്പെട്ടവരെ, അവർ പള്ളിയിൽ പോയിട്ട് വരുന്നു, വീട്ടിലെത്തി, ചെറിയൊരു ക്ഷീണം, 80 വയസ്സ് കഴിഞ്ഞ മക്കളെ, ചെറിയൊരു ക്ഷീണം വരുന്നു. മക്കളെ ഞാനൊന്ന് കിടക്കട്ടെ എന്ന് പറയുന്നു. എപ്പോഴാണ് ഒരു പിഞ്ചു കുഞ്ഞ് എപ്രകാരം ദൈവത്തിന്റെ കൈവെള്ളയിൽ മരിച്ചു കിടക്കുമോ, ദൈവത്തിന്റെ കൈവെള്ളയിൽ മരിച്ചു കിടക്കുമോ, അതുപോലെയായിരുന്നു അമ്മ ആ അമ്മയെ പിന്നീട് കാണാൻ. ഇവിടെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിനായിട്ടുള്ള സ്പേസ് നമുക്ക് അത് നമ്മൾ തന്നെ കണ്ടെത്താം. രാവിലെ ആയിക്കൊള്ളട്ടെ, അല്പസമയമെങ്കിലും പണിക്ക് പോകുന്നതിന് മുമ്പൊക്കെ അല്പസമയം ദൈവത്തിന്റെ തിരുസന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കാം. എങ്കിലും നമ്മുടെ കുടുംബത്തെ രക്ഷിക്കപ്പെടുകയുള്ളൂ. ഞാൻ ഒറ്റ കാര്യത്തിൽ പറഞ്ഞത് ലാസ്റ്റ് നമ്മുടെ ജീവിതത്തിൽ രക്ഷിക്കപ്പെടാൻ ആവശ്യത്തിന് ടിപ്പ് അച്ഛൻ പറഞ്ഞു. ഈ പ്രാർത്ഥിക്കാൻ എളുപ്പമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണോ? അല്ല, ഭയങ്കര പാടാണ്. നിങ്ങൾ വിചാരിക്കുന്നത് പത്ര എളുപ്പമൊന്നുമല്ല. അച്ഛൻ പ്രാർത്ഥിക്കാൻ പാടാണ്, കന്യാസിമാർക്ക് പ്രാർത്ഥിക്കാൻ പാടാണ്, മെത്രാന്മാർക്ക് പ്രാർത്ഥിക്കാൻ എളുപ്പമൊന്നുമല്ല, പോപ്പിനും പാടാണ്. നിങ്ങൾ വിചാരിക്കുന്നത് നിസ്സാര കാര്യമൊന്നും ഭയങ്കര പാടാണ്, ടഫാണ്. ആത്മീയത എന്ന് പറയുന്നത് നമുക്ക് ചാക്കിൽ വാങ്ങിച്ചു കൊണ്ടുവരാനുള്ള സാധനമല്ല, ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഒരച്ഛനെ പറ്റത്തില്ല നമുക്ക് ആത്മീയം ഉണ്ടായിരുന്നത്. അച്ഛനെ കുറെ പ്രസംഗിച്ചിട്ട് പോവാം, സത്യം. ഈ അച്ഛൻ കുറെ നിങ്ങൾ കുറെ തള്ളുകളിൽ നിങ്ങൾ ആക്കി. പക്ഷെ അത് അച്ഛന് ഒരു വലിയ ഗുണപാഠമാണ്. വചനം ഇരുതരം മൂർച്ചയുള്ള വാളാണ്. അത് ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മച്ചയിലും തുളച്ചുകയാണ്. അത് എന്നെയും ഉൾപ്പെടുത്തും, നിങ്ങളെയും ഉൾപ്പെടുത്താം. ഞാനത് പറയാനുള്ള ഇസ്രായേൽ വലിയൊരു പ്രതിസന്ധിയുണ്ട്, വലിയൊരു പ്രതിസന്ധി. അതായത് അവർ നടന്നു പോകുന്ന ആ ദേശം, ആ അമരീക്യ എന്നാണ് അവരുടെ പേര്. എന്താണ്? ബംഗാളികളല്ല, എന്താണ്? അമരീക്യ. ദുഷ്ടജനതയാണ് മകളെ. ബാഹുബലി സിനിമ, ബാഹുബലി അല്ല, വില്ലന്റെ പേരെന്താണ്? പറ, ബാഹുബലിയിലെ വില്ലന്റെ പേരെന്താണ്? നിങ്ങൾക്കറിയാം, നിങ്ങൾക്കറിയാം, പറ. ബാഹുബലിയിലെ പറ. അപ്പോ അതിലെ പറഞ്ഞ ആൾക്കാരില്ലേ, അറിയാമോ? ഓ, കാലൊക്കെ എന്തൊരു സന്തോഷമൊക്കെ പറയാനായിട്ട്. ഓക്കെ, അത് അതേപോലെ പുസ്തകജന മനസ്സിലാക്കിയിരിക്കും. അപ്പോ ഇസ്രായേൽ ജനം ഏകദേശം 10-25 ലക്ഷം ആൾക്കാരാണ് നടന്നു പോകുന്നത് മരുഭൂമിയിലൂടെ. അപ്പൊ നടന്നു പോകേണ്ടത് ഈ അമേരിക്കയുടെ മുന്നിലൂടെ. അപ്പൊ മോശയ്ക്ക് ഭയങ്കരമായിട്ടുള്ള മനപ്രയാസം ഉണ്ടായി. ഒരു അപ്പനുണ്ടാകാം, അമ്മയ്ക്കുണ്ടാകാം, കുടുംബത്തെ ഓട്ട്. ഇതുപോലെ മോശത്തിനുണ്ടായി. ദൈവമേ, ഞാൻ എന്ത് ചെയ്യും? എന്റെ കുടുംബം അങ്ങ് ആ ദുഷ്ടന്മാർ പിച്ചിച്ചീന്നുമല്ലോ എന്നോട് കരഞ്ഞു നിലവിളിക്കുമ്പോ ദൈവം
ഈ മോശത്തേക്ക് ഇറങ്ങി വരുന്നു എന്ന് പറയുന്നത്, മോശേ നിന്റെ കരം പൊക്കി വയ്ക്കാൻ, നിന്റെ കരം പൊക്കി വയ്ക്കാൻ, നിന്റെ കൈ മക്കളെ ഡെമോ ആണ് ജോയ് കാമോ കൈ പൊക്ക്, രണ്ട് കൈ പൊക്ക്. എത്ര സമയം പൊക്കിക്കാൻ പറ്റും? 1 മണിക്കൂർ, അരമണിക്കൂർ, 5 മിനിറ്റ് പറ്റുമോ? പറ്റില്ല. നീന്ന് 5 മിനിറ്റ് നിൽക്കും. ഓക്കെ, അപ്പൊ ഈ മോൻ കണ്ണട ആരെ നോക്കണ്ട, എന്നെ മാത്രം നോക്കാൻ കേട്ടോ. ഈ സമയം മുഴുവൻ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കും? അച്ഛന് വേണ്ടി മാത്രമേ പ്രാർത്ഥിക്കാവൂ. ഈ ദുഷ്കാര്യങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നത് കണ്ണട എന്നിട്ട് ഹല്ലേലൂയ പറയാം. ആമേൻ, സ്തോത്രം, യേശുവേ നന്ദി. കണ്ണട കണ്ണട. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണട. എന്നിട്ട് ഇത് മാത്രം പറഞ്ഞാൽ മതി. ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കും? അച്ഛന് വേണ്ടി മാത്രമേ പ്രാർത്ഥിക്കാവൂ. കണ്ണട കണ്ണടക്കണം, നമുക്ക് പ്രാർത്ഥിക്കൂടെ മതി. ഓക്കെ, കൈ ചെറുപ്പം. ഓക്കെ, അപ്പോ ഈ മകൻ പ്രാർത്ഥിക്കും. നീ ആരെ നോക്കണ്ട, നീ അച്ഛനെ മാത്രം നോക്കിയാൽ മതി. മനസ്സിലായി? കണ്ണട പ്രാർത്ഥിച്ചു. നീ വാ, നീയാണ് എന്റെ ഉപദേശിക്കുന്നത്. എന്റെ കൈ നോക്ക്. എന്റെ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കും? അച്ഛന് വേണ്ടി. ആ വിളിക്കണം, ഇത് കന്യാസ്ത്രീയാവും മിക്കവാറും. അപ്പോ കൈ കൊടുക്കണം. അപ്പൊ 2 പേരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഓക്കെ, ഇത് മോശയ്ക്ക് ദൈവം പറഞ്ഞിട്ട് തിപ്പ. അതായത് എപ്പോഴൊക്കെ ഇവന്റെ കൈ പൊങ്ങി നിൽക്കുവോ അപ്പോഴൊക്കെ ഇസ്രായേൽ ജനം ജയിക്കും. എപ്പോഴൊക്കെ ഇവന്റെ കൈ താഴുവോ അപ്പോഴൊക്കെ ഇസ്രായേൽ ജനം തോക്കുകയാണ്, കൊല്ലപ്പെടും. കൊല്ലപ്പെടും. അപ്പോ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരാൾ പറഞ്ഞ നമുക്ക് കൈ താഴ്ന്നു. ഇത് ദൈവം പറഞ്ഞത് നമ്മൾ എല്ലായിടത്തും. അതായത് ഒരു കുടുംബത്തിൽ ഒരു അപ്പന്റെ കൈ പൊങ്ങണം. എവിടേക്ക്? സ്വർഗത്തിലേക്ക്. ഒരു കുടുംബത്തില് ഒരു അമ്മയുടെ കൈ പൊങ്ങണം എന്ന് പറഞ്ഞ നാളെ ഇങ്ങനെ നിൽക്കുന്നത്. വ്യക്തിപരമായിട്ട് കുടുംബത്തിലായിരുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കണം. കരം ഉയർത്തി വെച്ച് തന്നെ പ്രാർത്ഥിക്കണം. അതിൽ ഒരു മടിയും വിചാരിക്കണം. പള്ളിയിൽ വന്ന് സ്വസ്ഥമായിട്ടിരുന്ന് ഈശ്വരനെ കുരിശിലേക്ക് നോക്കി പ്രാർത്ഥിക്കണം. നമുക്ക് സാധിക്കണം. അങ്ങനെ സാധിക്കാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ദുഷ്ടാത്മയുണ്ട്. നിങ്ങൾ ഇത് ഞാൻ പറഞ്ഞത് ശരി, നിങ്ങൾ വീട്ടിൽ ചെയ്യും. മക്കളെ മുട്ടി വരുന്ന പ്രാർത്ഥന കൊന്ത ചൊല്ലണം. പറ്റുന്നില്ല കൊണ്ട് എന്ത് പറ്റില്ലേ? നിങ്ങൾ പരിശീലിപ്പിക്കണം. കരം ഉയർത്തി വെച്ച് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. ഒരു അപ്പന് സാധിക്കണം. ഇവിടെ പലതരമായ പൈശാചിക ബന്ധനങ്ങൾ ഒഴിഞ്ഞു പോകും. ഞാനാ പറയുന്നത്, നമുക്ക് ഇത് എളുപ്പമുള്ള കാര്യമാണ്. നമ്മളെ കൈ പൊക്കി വെച്ചിരിക്കുന്നത് ഒരു ചെറിയ വേദന വരുന്നില്ലേ? ഇല്ല, കുറച്ചുകൂടെ കഴിയിട്ട് മക്കൾക്കോ വേദന വരുന്നില്ല. കുറച്ചുകൂടെ കഴിയിട്ട് വേദന വരും. ആത്മീയത അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. മുട്ടുവേദന പ്രാർത്ഥിക്കുമ്പോൾ മുട്ടിനെ പ്രശ്നമുണ്ടാകും. അതൊരു ആത്മീയതയാണ്. അതായത് എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഒരു തീരുമാനം എടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകാം. ഇപ്പോ നമ്മളിരിക്കുന്ന ചേട്ടന്മാർ, നമ്മളാദ്യം തന്നെ നമ്മളൊരു തീരുമാനം എടുക്കുക. വയറൊക്കെ ഒന്ന് ചാടുന്നുണ്ടല്ലോ, നാളെ ജീവിക്കുക, ഒരു തീരുമാനം. ആ സമയത്ത് നമ്മുടെ ജീവിതത്തിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മഴ, എന്നാൽ പിന്നെ എന്ത് ചെയ്യാം? ആ തീരുമാനമാണ് ഉദ്ദേശിക്കുന്നത്. കാരണം നമുക്ക് 2 ഘടകങ്ങളുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കണം. ഒരു മനുഷ്യനെ സംബന്ധിച്ച്, ജോയലിനെ സംബന്ധിച്ചിടത്തോളം, കൈ വേണ്ടിയും പറയാന്, ജോയലിനെ സംബന്ധിച്ചിടത്തോളം, ഈ കൊച്ചിനെ സംബന്ധിച്ചിടത്തോളം അവർ 2 ഘടകങ്ങളുണ്ട്. ഒന്ന് അവന് ശരീരമുണ്ട്, അവനുണ്ട് ആത്മാവുമുണ്ട്. ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല, ആത്മാവാണ് ജീവൻ നൽകുന്നതെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അല്ലെ? നമുക്കറിയാം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ശരീരത്തിന് അവന് സ്പർശം വേണം. നമുക്കറിയാം, നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ സന്തോഷമുള്ള കാര്യങ്ങൾ കാണുന്നു. നിങ്ങൾക്കറിയാം, കണ്ണുകൊണ്ട് കുറ്റപ്പെടുത്താണ് ചൂണ്ടിട്ടാണ് കർത്താവ് പറഞ്ഞത്. മനസ്സിലായി? നാക്കിൽ പോകുന്ന വഴിക്ക് ഒരു കുഴിമന്തി കണ്ടു. അറിയാൻ നാക്കിലുള്ളത് കൈ കഴിക്കണം. കുറച്ചുകൂടി 2 മിനിറ്റ് പോലെ അപ്പോ നിനക്കോ 2 മിനിറ്റ്. അപ്പോ നാക്കിന് ഒരു പ്രശ്നമുണ്ട് ഇല്ലേ?
ശരീരത്തിന്റെ എല്ലാ അവയവങ്ങൾക്കും ഒരു ധർമ്മമുണ്ട്. അത് സന്തോഷം ആഗ്രഹിക്കും. അതേ സമയത്ത് നമുക്ക് ആത്മാവുണ്ട്. പലപ്പോഴും നമ്മുടെ ആത്മാവിനെ മാറ്റുന്നത്, ഈ ആത്മാവിന് ജീവനുണ്ട്. ഈ ആത്മാവ് നമ്മൾ പരിഗണിക്കണം. ആത്മാവിന് സന്തോഷം നൽകുന്നത്, ശരീരത്തിന്റെ കണ്ണ് സന്തോഷം നൽകുന്നുണ്ടെങ്കിൽ, നാവിന് രുചി സന്തോഷം നൽകുന്നുണ്ടെങ്കിൽ, ശരീരത്തിലെ ഓരോ അവയവങ്ങളും അത് പ്ലഷർ സീക്കിംഗ് ആണെങ്കിൽ, അതുപോലെ ആത്മാവിന് സന്തോഷമുണ്ട്. അത് നമ്മൾ ആരും തിരിച്ചറിയുന്നില്ല. ആത്മാവിനെ വളർത്തണം പ്രിയപ്പെട്ടവരെ. അതിന് നമ്മൾ ചില ത്യാഗങ്ങൾ ആവശ്യമാണ്. അതാണ് കുടുംബ പ്രാർത്ഥന. അതിനാണ് പള്ളി വരുന്ന ത്യാഗം വേണം. പള്ളി വെക്കണമെങ്കിൽ കുടുംബ പ്രാർത്ഥന ചിലപ്പോൾ ത്യാഗം വേണം. ഇതുപോലെ BCC പ്രാർത്ഥനയ്ക്ക് പോകണമെങ്കിൽ അല്പം ത്യാഗം വേണം. പരിത്യാഗ പ്രവൃത്തികൾ ചെയ്യണമെങ്കിൽ അല്പം ത്യാഗം വേണം. ഇതുപോലെ തിരുനാൾ മനോഹരമാക്കി നടത്തണമെങ്കിൽ അതിന്റെ പിന്നിൽ കുറെ ത്യാഗം വേണം. അത് ആത്മാവിനെ വളർത്തുന്ന പരിശുദ്ധ കുർബാന യോഗ്യതയോടെ സ്വീകരിക്കുന്നത് ആത്മാവിനെ വളർത്തുന്നതാണ്. ഇതുപോലെ നിസ്സാര കാര്യങ്ങൾ നമ്മൾ പറയും. മാതാവിന്റെ മുമ്പിൽ പൂവട്ട് വയ്ക്കുന്നത്, തിരുവനന്തപുരത്തിന് മുമ്പിൽ കൈവക്കി വെച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെ നിസ്സാരമായി നമുക്ക് തോന്നിയത്. പക്ഷേ അതിലൂടെ എന്റെ ശരീരത്തെ മാത്രമല്ല ഞാൻ മൈൻഡ് ചെയ്യുന്നത്, ആത്മാവിനെ ഞാൻ വളർത്തുകയാണ്. നമ്മൾ ഈ ശരീരം പറയുന്നത് മാത്രം കേട്ട് ജീവിച്ചാൽ സ്വർഗത്തിൽ പോകത്തില്ല. മറിച്ച് ആത്മാവ് പറയുന്നത് ശ്രദ്ധിക്കണം. ആത്മാവാണ് നമ്മളെ നിയന്ത്രിക്കേണ്ടത്. ശരീരത്തിന്റെ ചില ബലഹീനതകളായിരിക്കും. ഈ പള്ളി ഇരിക്കുമ്പോൾ ഇറങ്ങി പോകാൻ തോന്നും. പള്ളിക്കാർക്ക് മൊബൈൽ ഉപയോഗിക്കാൻ തോന്നും. കുടുംബപ്രാർത്ഥന സമയത്ത് മൊബൈൽ കൊടുക്കണോ? എന്താണ് അത്? നമ്മുടെ ആത്മാവ് ശക്തിയില്ലാത്തതാണ്. ആത്മാവിനെ വളർത്തിയ നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കാൻ ശക്തി കിട്ടും. എന്താ വിശുദ്ധന്മാർ വിശുദ്ധരായത്? അവർ ആത്മാവിനെ വളർത്തി ശരീരത്തെ നിയന്ത്രിച്ചു. അതുകൊണ്ട് തന്നെയാണ്. കുഴപ്പമൊന്നുമില്ലല്ലോ, ഇല്ല, ഒന്നും കുഴപ്പമൊന്നുമില്ലല്ലോ. പിടിക്കുക കേട്ടോ, കേട്ടോ, കൈതാത്തിട്ടോ. താങ്ക് യു, താങ്ക് യു. ഒരു കൈ കിട്ടിയവർക്ക് അപ്പോ നമ്മുടെ ആത്മാവിനെ നമ്മൾ വളർത്തി കഴിഞ്ഞാൽ നമ്മൾ ജീവിക്കും. അതിന് നമ്മൾ പരിശ്രമിക്കണം. ഓരോ നിമിഷവും പ്രാർത്ഥിക്കുന്നത് ഒരു ത്യാഗമാണ്. അത് നമ്മൾ മുൻകൈ എടുക്കും. അത് നമ്മൾക്കൊന്നും പറ്റും. അത് ഞാൻ പറഞ്ഞില്ല, ഒരു ധ്യാനം കൂടി എന്ന് പറഞ്ഞാൽ മറിച്ച് ഓരോ നിമിഷവും ഇപ്പോ നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മുടെ ആത്മാവിനെ വളർത്തിയാൽ നമുക്ക് ഇപ്പം പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ നമുക്കൊരു മടി വരും. പക്ഷെ ഉറക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ആരാധനയിൽ കൂടുതൽ സജീവമായിട്ട് എനിക്ക് പങ്കെടുക്കാൻ പറ്റും. കൂടുതൽ ദാനം ചെയ്തുകൊണ്ട് എനിക്ക് കൂടുതൽ ആത്മീയതയിൽ പങ്കെടുക്കാൻ പറ്റും. വിട്ടുകൊടുത്തുകൊണ്ട് ക്ഷമ കാണിച്ചുകൊണ്ട് എല്ലാം പ്രാർത്ഥനകൾ ചെയ്തുകൊണ്ട് എനിക്ക് ആത്മീയത കാണിക്കാൻ പറ്റും. കുടുംബ പ്രാർത്ഥന ചിട്ടയായിട്ട് നടത്തി എനിക്ക് ആത്മീയതയിൽ വളരാൻ സാധിക്കും. അങ്ങനെയുള്ള കുടുംബങ്ങളിൽ മക്കളും അത് കണ്ടു വളരുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമുക്ക് സന്തോഷകരമായ ജീവിതം നൽകിയിരിക്കുന്ന ദൈവമാണ്. അവൻ നമ്മോട് പറഞ്ഞത് ആത്മാവിനെ വളർത്തുന്നവരാണ്. ആത്മാവിനെ ജീവൻ നൽകുന്ന ദൈവമാണ് നമ്മളുള്ളത്. നമ്മൾ ആത്മാവ് ജീവിക്കണമെങ്കിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നവരായി മാറാം. സത്യസന്ധമായ ദൈവാരാധന നടത്തുന്നവരായി മാറാം. കർത്താവ് നിങ്ങളോടുകൂടെ, കർത്താവ് നിങ്ങളോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. ഓരോരുത്തരെ സംതൃപ്തമായിരിക്കട്ടെ. സഹോദരൻ നമുക്ക് എഴുതിക്കാം. ദൈവം നമുക്ക് നൽകുന്ന നിരവധിയായ അനുഗ്രഹങ്ങൾ ഒന്ന് നമുക്ക് നന്ദി അർപ്പിക്കാം. പ്രത്യേകിച്ച് ആത്മീയ മനുഷ്യനായി മാറാൻ ദൈവം ക്ഷണിക്കുകയാണ്. ആത്മീയതയിൽ നിന്നാണ് പ്രാർത്ഥിക്കുവാനുള്ള ശക്തി ദൈവം നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങളെ നമുക്ക് ഏറ്റു പറഞ്ഞുകൊണ്ട് തന്നെ ആ ദൈവ ഹൃദയത്തിൽ കൂടുതൽ അഭിപ്രാപിക്കുവാൻ നമ്മുടെ നിരവധിയായ പ്രാർത്ഥനകളെയും അർത്ഥനകളെയും ഹൃദയത്തെ സംബന്ധിച്ച് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, മൗലിക ശരീരമായ തിരുസഭയെ സ്ഥാപിച്ച വഴി നടത്തുന്ന അങ്ങേ അനന്ത സ്നേഹത്തെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. തിരുസഭയ്ക്കും സഭാ അധികാരികൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുസഭ അധ്യക്ഷൻ പരിശുദ്ധ പിതാവ് ലേയോ 14 പാപ്പയെയും ഞങ്ങളുടെ രൂപത അധ്യക്ഷൻ അഭിമന്യ വിൽസൺ സാമുവൽ പിതാവിനെയും സഹമെത്രാൻ സർവരാജ് പിതാവിനെയും എല്ലാ മെത്രാന്മാരെയും സന്യസ്തരെയും അന്മാര പ്രേക്ഷിതരെയും ഞങ്ങളുടെ ഇടവക വികാരി വിനുവർഗീസ് അച്ഛനെയും ഇതിന്റെ മുഖ്യ കാർമ്മികനായ റവറന്റ് ഫാദർ ജസ്റ്റിൻ ഫ്രാൻസിസ് അച്ഛനെയും പരിശുദ്ധ അരുവിയാൽ നിറയ്ക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
ഇടവക വികാരി അച്ഛനെയും സാമ്പത്തികമായും സ്വന്തം അധ്വാനത്താൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും കാത്തുകൊള്ളണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവമേ, ഞങ്ങളിൽ നിന്നും വേർപെട്ട് സ്വർഗീയ സൗഭാഗ്യത്തിലേക്കായിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, സഭയിൽ നിന്നും വേർപിരിഞ്ഞ ഓരോ അംഗങ്ങൾ, അതിലുപരി ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചു, ഞങ്ങൾക്കായി ബലിയർപ്പിച്ചു, ദൈവത്തിൻ്റെ ജോലി ചെയ്ത് ആ വചനമാകുന്ന വിത്ത് ഞങ്ങൾക്കായി നൽകി നിങ്ങൾ ഈ ലോകത്തിൽ നിന്നും വിടുതൽ നൽകിയ സ്വർഗീയ വാസസ്ഥലത്തായിരിക്കുന്ന ഓരോ വികാരിച്ചന്മാരെയും സിസ്റ്റേഴ്സിനെയും ആത്മായ പ്രവർത്തകരെയും എല്ലാവരെയും സമർപ്പിക്കുന്നു. അവരുടെ ആത്മാക്കൾക്ക് നിത്യജീവന് വിശ്രാന്തി നൽകി കാത്തു പരിപാലിക്കണമേ എന്ന് അവരോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരു നിമിഷം കടന്നു ഞാൻ കരുതുവാണ്. നിരവധിയായ നമ്മുടെ പ്രാർത്ഥനകളെയും നമുക്ക് സമർപ്പിക്കാം. പരിശുദ്ധമായ ദിവസം, ദിവ്യകാരുണ്യ ആരാധനയുടെ ഈ ദിവസം നമുക്ക് ആത്മാർത്ഥമായ ഒരു നിയോഗം സമർപ്പിക്കാം. നിയോഗത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ വർഷം നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് പുതിയ ദേവാലയത്തിന്റെ ശിലാസ്ഥാപനം കർമ്മം നിർവഹിക്കാൻ പോകുന്നത്. വലിയൊരു സംരംഭത്തിന് തുടക്കം കുറിക്കുകയാണ്. തീർച്ചയായിട്ടും ദൈവം സ്വന്തം തുറന്ന് അനുഗ്രഹിക്കുന്ന ഒരു സുന്ദരമായ ദിവസം കൂടിയാണ്, വിഷയം കൂടിയാണ്. ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു ദേവാലയം നിർമ്മിക്കുവാൻ വലിയൊരു ത്യാഗം ആവശ്യമാണ്. ദൈവം സ്വന്തം രാജാവിനോട് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്, എനിക്കൊരു ദേവാലയം പണിഞ്ഞു തരാൻ ചെറുപ്പോട് പറയുമ്പോൾ തീർച്ചയായിട്ടും ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ഒരു ദേവാലയം പണിയാൻ. അതിനെ മുൻകൈയെടുക്കുന്ന ഓരോ വ്യക്തികളെ, പ്രദേശ യുവജനെയും, ദേവാലയ നിർമ്മാണ കമ്മിറ്റി കൺവീനേഴ്സിനെയും, അതിന് നേതൃത്വം കൊടുക്കുന്ന ഓരോ കുടുംബത്തെയും ദൈവത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കും. സ്നേഹവാനും അനന്തകാലവാനുമായ നല്ല ദൈവമായി അങ്ങയെ മക്കളർപ്പിക്കുന്ന പ്രാർത്ഥനകൾ അങ്ങയെ പൂർണ്ണ സ്വീകരിക്കണമേ. ഞങ്ങൾ ചോദിക്കുവാൻ ധൈര്യപ്പെടാത്തത് അങ്ങേ കൃപയുടെ സമൃദ്ധി നൽകുമാറാകണമേ. കഥാവായ ക്രിസ്തുവിനെ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. Yeah.
പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമായി തീരുമാനം വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞങ്ങളുടെ ഭക്തിയുടെ കാണികകൾ സ്വീകരിക്കുകയും വാഗ്ദാനം ചെയ്തങ്ങി അതേ അനുഗ്രഹത്തിൽ പങ്കുകാരാകാൻ അർഹരാക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഭാവായ പ്രാർത്ഥന കേട്ടുകൊള്ളുന്നേ.
ഉന്നത പ്രകാശിച്ച് ആശീർവദിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും ഇരുന്ന് വാങ്ങി കുടിക്കുവിൻ. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചിന്തപ്പെടാതിരിക്കും. എന്റെ രക്തത്തിൽ നവീനമായ ഉടമ്പടിയുടെ പാദമാകുന്നു. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുകയും വിശ്വാസത്തിന്റെ രഹസ്യം. അവിടുത്തെ ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നത് അങ്ങേ പരിശീലിക്കുന്നതിൽ ബന്ധരാക്കി തീർക്കുന്നത് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവനെ രക്ഷയുടെ മാനപാത്രവും അങ്ങേ ഞങ്ങൾ അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന് ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ മനസ്സിലാക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ച് കിടക്കുന്ന അങ്ങയെ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ലിയോ പാപിയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷൻ വിൻസെന്റ് സാമുൽ മെത്രാനോടും സഹായ മെത്രാൻ സെൽവരാജൻ മെത്രാനോടും വൈദികഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഇന്നേ ദിവസത്തെ ദിവ്യബലിയിൽ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഗോപി, തുളസി, വർഗീസ്, ശോഭി, മോഹനൻ, സുധ, ജിത്തു, ജിജിൻ, അമ്മുക്കുട്ടി, പ്രസാദൻ, സിന്ധു, ഷാജി, ആനി, ഷോണിത, അനു, സന്തോഷ്, സുജ, അദേവ്, സന്തോഷ്, സുന്ദരൻ, അംബിക, റോസ, തങ്കം, വിജയൻ, പ്രസന്നകുമാരി, ആർജിത്, വിലാസിനി, ബാബു, ഉഷ, ബാബു, ആദർശ്, ആകാശ്, സുരേഷ്, ലില്ലി, ശശി, ലീല, ലിനു, തങ്കമ്മ, മോഹനൻ, പ്രമീള, മേരി, അരുൺ ജോയ്, ചിഞ്ചു, എൽവിൻ, മരിയ, ജോർ, ബെനൻ, മഞ്ജു, ക്രിസ്തുദാസ്, ലില്ലി, ചന്ദ്രിക എന്നിവരെ നാം ഓർക്കണമേ. ഇവരുടെ ജീവിതത്തിലെ എല്ലാ ആഗ്രഹ അഭിലാഷങ്ങളും അങ്ങ് സഫലമാക്കി കൊടുക്കണമേ. എപ്പോഴും അങ്ങയുടെ പത്നിയ സാന്നിധ്യം പൂർണ്ണമായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ ഇവർക്ക് ഇടവരുത്തണമേ. ഉയർപ്പിന്റെ പ്രത്യാശയുടെ എതിരുകളും ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരണത്തിലും മരണമടഞ്ഞ സകലരെയും ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും കഴിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യയുടെ ഔസേപ്പിതാവിനോടും അനുഗ്രഹിക്കെതിരെ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ പരിശുദ്ധാത്മാവുമായ എല്ലാ രക്ഷാകരമായ കൽപ്പനകളാലും ഉപദേശത്താൽ
സ്നേഹപൂർണ്ണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ ക്രിസ്തുവിന്റെ ആത്മനിർഭർ പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സങ്കേതത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെ അങ്ങേ തിരുസഭയുടെ വിശ്വാസത്തിന്റെ വാർത്ത അങ്ങേ തിരുവള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവുമായി നൽകാൻ കഴിയണമേ എന്നത് ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഈ പ്രാർത്ഥന കേട്ടെടുക്കണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുകയും ക്രിസ്തുവിന്റെ സമാധാനം ലോകത്തിൻ പാപങ്ങൾ നീക്കുന്നവൻ കുഞ്ഞാടിൻ ദിവ്യമായി ഈ വിരുന്നിൽ ക്ഷണിതാജനോ ഭാഗ്യവാന്മാർ. കർത്താവേ നീ ഭവനത്തിൽ വരുവാൻ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ക്രിസ്തുവിന്റെ ശരീരവും രക്തവും 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 Sagrari, Nare, Nare.
അതിദാരുണമായ മാനവർ അങ്ങിൽ നിന്ന് നവജന്മം പ്രാപിക്കുവാൻ വേണ്ടി അങ്ങ് ഏകജാതൻ മാനവരാശിയിൽ നിന്ന് ജാതനാകുവാൻ മനസ്സിലായപ്പോൾ അപതാൽ പരിപോഷിച്ച അങ്ങേ മക്കളെ അങ്ങേ കാരണത്തിൽ ദത്തെടുപ്പിന്റെ ശൈലിക്കാർ വിശുദ്ധീകരിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കഥാവായ ക്രിസ്തുവിന്റെ പ്രാർത്ഥന കേട്ടേ.